ناظره ما ضر خاطره لا مرحبا بسرور عاد بالضرر يسر ناظره ما ضر خاطره. നിങ്ങളുടെ കണ്ണുകളെയാണ് നിങ്ങൾ ആനന്ദിപ്പിക്കുന്നത്, അതേസമയം നിങ്ങളുടെ ഹൃദയത്തെയാണ്, ആത്മാവിനെയാണ് നിങ്ങൾ വേദനിപ്പിക്കുന്നത്, റൂഹിനെയാണ് വേദനിക്കുന്നത്. ഒരു മോശമായ വീഡിയോ കണ്ടുകൊണ്ടിരിക്കുകയാണ് നിങ്ങൾക്ക് അറ്റാക്ക് സംഭവിക്കുന്നതെങ്കിൽ നിങ്ങളുടെ അവസാനം എങ്ങനെയാണോ അങ്ങനെയാണ് അല്ലാഹു നിങ്ങളെ രേഖപ്പെടുത്തുന്നത്. ഇന്നമൽ അഅമാലു ബിഖവാതീമിഹാ. ഒരു മനുഷ്യൻ അവസാനം ചെയ്ത പണിയാണ് ആ മനുഷ്യനെ സംബന്ധിച്ചുള്ള വിധിയെഴുത്തിന് സാക്ഷിയാവുക. അപ്പൊ ശ്രദ്ധിക്കണം. അങ്ങനെ ഒരു മയക്കുമരുന്നടിച്ച് കിടക്കുമ്പോഴാണ് ഒരാൾ ഒരു ഹൈ പ്രഷർ കൊണ്ടോ അല്ലാതെ എന്തെങ്കിലും ഒരു ഫിസിക്കൽ റീസൺസ് ഉണ്ടായിട്ട് മരിക്കുന്നതെങ്കിൽ ആ മരണം അള്ളാഹു ഹറാമാക്കിയ ഒരു സാധനം അകത്ത് ചെന്നതിന്റെ കാരണം കൊണ്ടാണെങ്കിൽ ആ മനുഷ്യനെ അള്ളാഹു സ്വീകരിക്കുന്നത് പാപിയായിട്ടാണ്. ക്രിമിനലുകളെ നിങ്ങൾ ഇങ്ങോട്ട് മാറി നിൽക്കിൻ. സൂറത്ത് യാസീൻ എന്തൊരു ഗൗരവമാണ്. വംതാസുൽ യൗമ അയ്യുഹൽ മുജ്രിമൂൻ. ക്രിമിനൽസ് സ്റ്റാൻഡ് അസൈഡ്. എന്നിട്ട് മാറി നിൽക്കടോ. അല്ലാഹുവിന്റെ പ്രഖ്യാപനമാണ്. ഒരു മനുഷ്യന്റെ അവസാനം തിന്മയിലാണ് മരിക്കുന്നതെങ്കിൽ അവർ അല്ലാഹു മുജ്രിമീങ്ങളായിട്ടാണ് നാളെ പുനർജന്മം നൽകുന്നത്. അല്ലാഹു കാത്തുരക്ഷിക്കട്ടെ. നമ്മുടെ യുവാക്കള്, യുവതികള്, നമ്മുടെ കുട്ടികള്, വിദ്യാർത്ഥിനികൾ ക്യാമ്പസുകൾ മലീവശമായി കൊണ്ടിരിക്കുമ്പോ അങ്ങനെ ഒരു ഡ്രഗ് അഡിക്ഷനിലൂടെയാണ് ഒരു കുട്ടി മരിക്കുന്നതെങ്കിൽ, ഒരു വിദ്യാർത്ഥി മരിക്കുന്നതെങ്കിൽ അവരുടെ ജിരിമാണ്. വംതാസുൽ യൗമ അയ്യുഹൽ മുജ്രിമൂൻ. സ്വർഗവാസികളെയും നരകവാസികളെയും വേർതിരിക്കുമ്പോൾ നരകവാസികളുടെ കൂട്ടത്തിലാണ് അന്ത്യം സംഭവിച്ചവരെ അള്ളാഹു സ്വീകരിക്കുന്നത്, അള്ളാഹു മാറ്റി നിർത്തുന്നത്. എത്ര ഗൗരവമാണ് മുഅ്മിനെ. ചരിത്രത്തിലേക്ക് തിരിച്ചു വരാം. ആ കൊല്ലപ്പണി എടുക്കുന്ന മനുഷ്യൻ, അദ്ദേഹത്തിന്റെ പേര് പോലും മാലിക് ഇബ്നു ദീനാർ എന്നവർ ചരിത്രത്തിൽ പറഞ്ഞില്ല. ആ മനുഷ്യൻ പറയുന്നു, ആ പെണ്ണിനെ ഞാൻ കണ്ടപ്പോൾ എനിക്ക് എന്തെന്നില്ലാത്ത ശാരീരിക വൈകാരികമായ ചിന്തകൾ ഉണ്ടായി. കാരണം ഖാനത്ത് മിൻ അജ്മലിൻ നിസാ. അവള് വല്ലാത്ത, ഷി വാസ് എക്സ്ട്രീംലി ബ്യൂട്ടിഫുൾ, ഭയങ്കര ഭംഗിയുള്ള പെണ്ണാണ്. അപ്പൊ എനിക്ക് മനുഷ്യന്മാരല്ലേ, സ്വാഭാവികമായിട്ടും വൈകാരികമായ ചിന്തകളുണ്ട്. അയാൾ വീട്ടിലേക്ക് കടന്നു. അതുവരെ മാന്യമായി ആ വീട്ടുകാരെ നോക്കിയിരുന്ന, അവർക്ക് വേണ്ട സാധനങ്ങൾ വാങ്ങിച്ചു കൊണ്ടുപോയിരുന്ന മനുഷ്യൻ ഇത് നമുക്ക് നമ്മൾക്കിടയിലെ നമ്മളെ ഓരോരുത്തരുടെയും അവസ്ഥകളുമായി താരതമ്യം ചെയ്യാൻ പറ്റും. ഒരു വീടുമായി ഇടപഴകുന്ന ആളുകൾ ആരോ ആകട്ടെ, അവിടെ സാധനം ഡെലിവറി ചെയ്യുന്ന ഡെലിവറി ബോയ്കളാവട്ടെ, അവിടത്തേക്ക് സഹായത്തിന് വരുന്ന നമ്മുടെ ടാക്സി ഡ്രൈവർമാരായിക്കോട്ടെ, ഓട്ടോറിക്ഷക്കാരായിക്കോട്ടെ, പത്രം കൊണ്ടുവിടുന്ന ആളായിക്കോട്ടെ, സ്കൂൾ ബസ്സിൽ പോകുന്ന ക്ലീനറാവട്ടെ, ഡ്രൈവറാവട്ടെ, ആരുമാകാം, ഏത് സാധാരണക്കാരനുമാകാം. വിദ്യാഭ്യാസം ഉള്ളവനും ഇല്ലാത്തവരും ഒക്കെ ഇതിൽ സമമാണ്. ആ പെണ്ണിനോടുള്ള ഒരു സ്നേഹം എന്റെ ഹൃദയത്തിൽ പിശാച് കൊണ്ടുവന്നു. മഹാന്മാർ പറയുന്നു, എത്രയോ ഭംഗിയുള്ള നിങ്ങളുടെ ഭാര്യയെ, അവൾ എത്ര സുന്ദരിയായി അണിഞ്ഞൊരുങ്ങി നിന്നാലും അവളോട് തോന്നാത്ത ഒരു സ്നേഹം, അവളുടെ അത്ര പോലും സൗന്ദര്യമില്ലാത്തവരെ കാണുമ്പോൾ നിങ്ങൾക്ക് തോന്നുന്നത് പിശാച് നിങ്ങളുടെ തലയിൽ കളിക്കുന്നത് കൊണ്ടാണ്. ചിന്തിച്ചൂടെ, ഇവളക്കാട് എത്രയോ സുന്ദരിയാൽ, ഇപ്പൊ സൗന്ദര്യം ഉണ്ടാവട്ടെ ഇല്ലാതിരിക്കട്ടെ, അന്യ ഒരാളെ കാണുമ്പോഴല്ലേ ഈ ആവേശം ഉണ്ടാകുന്നത്. അള്ളാഹു ഹലാലാക്കിയ നിങ്ങളുടെ ഭാര്യ, പെണ്ണെ, നിങ്ങൾക്ക് അള്ളാഹു ഹലാലാക്കിയ നിങ്ങളുടെ ഭർത്താവ്, അവരിൽ നിങ്ങൾക്ക് തോന്നേണ്ട സ്നേഹവും അവരോട് കാണിക്കേണ്ട ബഹുമാനവും മാറ്റിവെച്ചിട്ട് കണ്ടവരോട് ചിരിക്കാനും സല്ലപിക്കാനും പാതിരാ സമയങ്ങളിൽ ടെക്സ്റ്റ് മെസ്സേജുകൾ, അവരുമായുള്ള സല്ലാപങ്ങൾ, ഇതൊക്കെ നടത്താൻ നിങ്ങളെ പ്രേരിപ്പിക്കുന്നത് പിശാച് നിങ്ങളുടെ ഇടയിൽ ഇടപെടുന്നത് കൊണ്ടാണ്. ഒരാണും ഒരു പെണ്ണും പരസ്പരം മെസ്സേജ് ചെയ്യുകയോ കോൾ ചെയ്യുകയോ സംസാരിക്കുകയോ ചെയ്യുമ്പോ എങ്ങനെ അനാവശ്യമായൊരവസ്ഥയിൽ വളരെ ഇമ്പോർട്ടന്റ് ആയ വളരെ അർജന്റ് ആയ ഒരു മാറ്റർ കൈമാറുന്നിടഞ്ഞത് സ്വല്ലല്ലാഹു അലൈഹി വസല്ലം. ആ ഹദ്ദാദ് പറയുന്നു, ആ മനുഷ്യൻ പറഞ്ഞു, എനിക്കവളെ കയറി പിടിക്കണം എന്ന് തോന്നി.
അപ്പൊ അയാൾക്ക് അങ്ങനെ തോന്നി, ഒരു തോന്നൽ. മനുഷ്യന് പിഴവ് സംഭവിക്കാൻ ചില സെക്കൻഡുകൾ മതിയാകും. എത്രയോ ബുദ്ധിയുള്ള വിദ്യാഭ്യാസമുള്ള മനുഷ്യർ തറപറ്റി പോകുന്നത് പെണ്ണുങ്ങളുടെ വിഷയത്തിലാണ്, വികാരത്തിന്റെ വിഷയത്തിലാണ്, അല്ലേ? അദ്ദേഹം മഹാനായ മാലിക് ഇബ്നു ദീനാർ തങ്ങളോട് എന്റെ സമ്മതമില്ലാതെ ആരോടും പറയല്ലേ എന്ന് പറഞ്ഞു കൊടുത്ത കഥയാണിത്. മഹാനവറുകൾ പറഞ്ഞു, ആ കൊല്ലൻ വിശദീകരിക്കുകയാണ്, ആ പെണ്ണിന് ബുദ്ധിയുണ്ടായിരുന്നു, അവൾ ഹറാമ് ചിന്തിക്കുന്നവളായിരുന്നില്ല, അവള് കുഞ്ചുവർത്തമാനങ്ങൾക്ക് നിന്നുകൊടുക്കുന്നവളായിരുന്നില്ല. അവര് ദയ്യാനായ റാഖിബായ റഖീബായ അല്ലാഹുവിനെ ഭയപ്പെടുന്ന പെണ്ണാണ്. ശരീര സൗന്ദര്യം ഉണ്ടാകുന്ന ആളുകളെ കാണിച്ച് ആകർഷിപ്പിക്കാനുള്ളതല്ല പെണ്ണേ, ഇറച്ചി വിൽക്കാനുള്ളതല്ല. നിങ്ങൾക്ക് അഭിമാനമുണ്ട്. ഒരു ആണായാലും പെണ്ണായാലും ഏറ്റവും വലിയ സമ്പാദ്യം നിങ്ങളുടെ ലജ്ജയാണ്, നാണമാണ്. തിന്മകൾ ചെയ്യാതിരിക്കാൻ നിങ്ങളുടെ ഔറത്ത് മറക്കലാണ് നിങ്ങളുടെ സൗന്ദര്യം. നിങ്ങൾ ലജ്ജയുള്ളവളായി ജീവിക്കുന്നതാണ് നിങ്ങളുടെ ഏറ്റവും വലിയ ആഭരണം. ഒരു പെണ്ണിനെ അല്ലാഹു സുബ്ഹാനഹു വ തആല സൃഷ്ടിച്ചത്, ആണിനെ സൃഷ്ടിച്ചത് വിവിധങ്ങളായ ധർമ്മങ്ങൾ നിർവഹിക്കാനാണ്. ആരും ഒരാളെക്കാളും മീതയല്ല, ആരും ഒരാളെക്കാളും താഴെയുമല്ല. അതുകൊണ്ട് ഒരു ഭർത്താവും തന്റെ ഭാര്യ തന്നെക്കാൾ താഴെയാണ് എന്ന് ചിന്തിക്കേണ്ട. ഒരു പെണ്ണും ഒരാണിനെ കുറിച്ചും അവൻ എന്നെക്കാളും താഴെയാണെന്ന് അവളും ചിന്തിക്കേണ്ട. നിങ്ങൾ ഒരു പക്ഷേ സാമ്പത്തികമായോ വിദ്യാഭ്യാസപരമായോ തറവാട് കൊണ്ടോ മീതയായിരിക്കാം. ഇന്നഅക്രമകും ഇൻദല്ലാഹി അത്ഖാകും. നിങ്ങളുടെ ആരുടെ ഹൃദയത്തിലാണോ അല്ലാഹുവിനെ സംബന്ധിച്ചുള്ള ബോധമുള്ളത് അവരാണ് അല്ലാഹുവിന്റെ അടുത്ത സ്ഥാനമുള്ളവർ. ഇതല്ലേ ഖുർആൻ പഠിപ്പിച്ചത്. അദ്ദേഹം വീട്ടിനകത്ത് കടന്നു. ആ പെണ്ണ് വിചാരിച്ചു, റബ്ബേ, ഒരു അന്യ പുരുഷൻ എന്റെ വീട്ടിലേക്ക്, എന്റെ ഭർത്താവ് നാട്ടിലില്ല, പിഞ്ചു പൈതങ്ങളാണ് അവിടെയുള്ളത്, ഇവിടെ നടക്കാൻ പോകുന്നതിന് ഹറാൻ. അല്ലാഹുവേ, നിന്റെ സംരക്ഷണമില്ലാതെ എനിക്ക് സംരക്ഷണം കിട്ടില്ല എന്ന് ആ പെണ്ണ് ചിന്തിച്ചിട്ടുണ്ടാവണം. അവള് പറഞ്ഞു, നിങ്ങൾ ബേജാറാവല്ല, വീടിന്റെ ഉള്ളിലേക്ക് വാ. ആ മനുഷ്യനെ വീട്ടിലേക്ക് വിളിച്ചു. എന്നിട്ട് അവൾ അവിടെ കസേരയിൽ ഇരുന്നു കൊണ്ട്, അയാൾ പറഞ്ഞു, എനിക്ക് കൈകാലുകൾ വിറക്കാൻ തുടങ്ങി, എനിക്ക് എന്റെ കണ്ണുകളെ വിശ്വസിക്കാൻ പറ്റുന്നില്ല. നല്ല ആളാണ്, പക്ഷെ ആ നേരത്ത് പിശാച് തലയിൽ കയറിയതാണ്. ഇത് പണ്ഡിതന്മാർക്ക് സംഭവിക്കാം, മുതഅല്ലിമീങ്ങൾക്ക് സംഭവിക്കാം, പിന്നെയുണ്ടോ സാധാരണക്കാരെ സംബന്ധിച്ച് പറയാൻ. ചില സമയങ്ങളുടെ അവസരങ്ങളാണ് അല്ലാഹു നമ്മുടെ ഈമാൻ പോലും എടുത്തു കളയാൻ കാരണമാകുന്നത്. ആ പെണ്ണ് പറഞ്ഞു, അവൾ ഇരുന്നിട്ട് പറഞ്ഞു, ഈ വാതിലടച്ചേക്ക്. അവൻ വിചാരിച്ചു ഇവൾ റെഡിയാവുകയാണെന്ന്. പിന്നെ അവൾ പറഞ്ഞു, ആ ജനലും അടച്ചേക്ക്. എന്നിട്ട് പറഞ്ഞു, ആ ജനലിന്റെ കർട്ടൻ എന്ന് വലിച്ചേക്ക്. അതുകൂടെ അവൻ ചെയ്തപ്പോൾ അയാൾ ചോദിച്ചു, പെണ്ണേ, വാതിലിന്റെ വീടിന്റെ വാതിലൊക്കെ സുരക്ഷിതമല്ലേ? എല്ലാം അടഞ്ഞു കഴിഞ്ഞിട്ടില്ലേ? അവൾ പറഞ്ഞു, ഒരു വാതിൽ കൂടെ അടക്കാനുണ്ട്. ആ വാതിൽ അടച്ചാൽ നിങ്ങൾക്ക് വേണ്ടത് ഞാനുമായിട്ട് നിങ്ങൾക്ക് നിർവഹിക്കാം. ആ ഒരു വാതിൽ കൂടെ അടച്ചിട്ട് മതി. അതേതാണ്? എവിടുത്തെ വാതില? അടുക്കള ഭാഗത്താണോ, ഇപ്പുറത്താണോ, അവിടെയാണോ, ഇവിടെയാണോ? അവൻ ചോദിക്കാൻ തുടങ്ങി. ഇയാൾ കഥ പറയുകയാണ്. ആ പെണ്ണ് എന്നോട് പറഞ്ഞു, ബാബുൻ വാഹിദ്, ഒരു വാതിൽ അടക്കാൻ ബാക്കിയുണ്ട്. ആ വാതിൽ അടച്ചില്ലെങ്കിൽ സംഗതി സുരക്ഷിതമല്ല. ഏത് വാതില്? ഏത് വാതില്? അൽ ബാബുല്ലദീ ബൈനനാ വ ബൈനല്ലാഹ്. നമ്മൾ രണ്ടുപേർക്കും അല്ലാഹുവിനും ഇടയിലുള്ള വാതിൽ ഇപ്പോഴും അടഞ്ഞിട്ടില്ല, അതടച്ചിട്ട് പോരെ എന്ന് ആ പെണ്ണെന്നോട് ചോദിച്ചപ്പോഴാണ് വികാരം ആളിക്കയറുകയായിരുന്ന നേരത്ത് എന്റെ ഞരമ്പുകൾ തണുത്തു പോകുന്നത്. ഞാൻ എന്നെ പറ്റി ചിന്തിക്കാൻ തുടങ്ങി. എന്താണ് ഈ പെണ്ണ് പറയുന്നത്? ഭർത്താവ് നാട്ടിലില്ലാത്തൊരു സമയത്ത് ഭർത്താവ് യാത്രക്ക് പോയതാണ്. സമാന സാഹചര്യങ്ങൾ നമ്മുടെയൊക്കെ വീടുകളിൽ, അയൽപക്കങ്ങളിൽ ഉണ്ടായിക്കൂടെ? ആ പെണ്ണ് പറഞ്ഞത്, അൽ ബാബുല്ലദീ ബൈനനാ വ ബൈനല്ലാഹ്.
എന്റെയും നിങ്ങളുടെയും നമ്മൾ രണ്ടുപേരും കഴിച്ചാൽ അള്ളാഹുവിന്റെ ഇടയിൽ ഒരു വാതിലുണ്ട്, അവൻ അള്ളാഹു നമ്മെ കണ്ടുകൊണ്ടിരിക്കുകയാണ് എന്ന് പറഞ്ഞപ്പോൾ എനിക്ക് അള്ളാഹുവിനെ പേടി വന്നു. റബ്ബേ, നീ എന്നെ കാണുകയാണല്ലോ. ഈ പെണ്ണ് ഇത്രമേൽ സൗന്ദര്യമുണ്ടായിട്ട് ആ പെണ്ണിനൊരു പക്ഷേ എന്തെങ്കിലും സാമ്പത്തിക ലാഭം എന്നിലൂടെ കിട്ടിയേക്കാം. അതുപോലും മോഹിക്കാതെ സ്വന്തം ശരീരം തന്റെ ഭർത്താവിന് മാത്രമാണ് അള്ളാഹു അനുവദിച്ചത് എന്ന് വിശ്വസിച്ചതിന്റെ പേരിൽ താനുമായി ഒരു ഹറാമ് ചെയ്യാൻ വിസമ്മതിച്ചുകൊണ്ടും തന്നെ അള്ളാഹുവിനെ ഓർമ്മിപ്പിച്ചുകൊണ്ടും പറഞ്ഞ പെണ്ണാണത്. ആ പെണ്ണിന്റെ വാക്കിലൂടെ എന്റെ ഹൃദയത്തിലേക്ക് ഈമാൻ തിരിച്ചു വന്നു. എന്താ തിരിച്ചു വന്നു എന്ന് പറയാൻ കാരണം, ഒരു വ്യഭിചരിക്കുന്ന മനുഷ്യനും വ്യഭിചരിക്കുന്ന നേരത്ത് അവന്റെ ദേഹത്ത് ഈമാൻ ഉണ്ടാവില്ല എന്ന് പരിശുദ്ധ റസൂൽ സ്വല്ലല്ലാഹു അലൈഹി വസല്ലം. നിങ്ങളുടെ ഈമാൻ ഊരിയെറിഞ്ഞതിന്റെ ശേഷമേ നിങ്ങൾക്ക് ആ തിന്മ ചെയ്യാൻ സാധിക്കുകയുള്ളൂ. ആ ഒരു ചിന്തയിൽ നിൽക്കുകയായിരുന്ന എന്റെ മനസ്സിലേക്ക് ഈമാൻ തിരികെ വന്നു. അള്ളാഹുവിന്റെ ചിന്ത ആ മനുഷ്യന്റെ ഖൽബിലേക്ക് വരികയാണ്. ഇന്നല്ലദീന തഖൗ ഇദാ മസ്സഹും ത്വായിഫും മിനർ റഹ്മാനി തദക്കറൂ ഫഇദാ ഹും മുബ്സിറൂൻ. ഈമാനുള്ള ആളുകൾ പക്ഷേ ചില സാഹചര്യങ്ങളിൽ ടെംപ്റ്റഡായി പോകാം, ചില സാഹചര്യങ്ങളിൽ പെട്ടുപോകാം. എന്നാലും അവർക്ക് അള്ളാഹുവിന്റെ വിളിയാളം വരുമ്പോ, പള്ളിയിൽ നിന്ന് വാങ്ക് വിളിക്കുമ്പോഴെങ്കിലും അള്ളാഹുവിന് ഓർമ്മ വരും. ഒരു ഖുർആൻ പാരായണം, അള്ളാഹുവിനെ കുറിച്ചുള്ള ഒരു ചിന്ത അവിടെ പറയപ്പെടുമ്പോൾ പിന്നെ അവരുടെ എല്ലാ ആവേശവും കെട്ടുപോവുകയാണ്. അദ്ദേഹം പറഞ്ഞു, ആ പെണ്ണ് ചോദിച്ചു, അവലസ്ത ബിജാരിനൽ ഹദ്ദാദ്, നിങ്ങൾ എൻ്റെ അയൽവാസിയായ ഈ കൊല്ലപ്പണിക്കാരനല്ലയോ? പറഞ്ഞു, ബലാ, അതേ ആ ആള് തന്നെയാണ് ഞാൻ. ആ പെണ്ണ് പറഞ്ഞു, അസ്അലുക അസ്അലുല്ലാഹ അസ്സ വജൽ. ആ പെണ്ണിന്റെ ദുആയാണ്. എന്റെ ഇരുമ്പ് കയ്യില്, ചൂടുള്ള ഇരുമ്പ് കൈ കൊണ്ട് തൊട്ടപ്പോ പൊള്ളാത്തതെന്ന് ചോദിച്ചില്ലേ, ആ പെണ്ണിന്റെ ദുആയാണത്. ആ പെണ്ണ് ദുആ ചെയ്തു കൊടുത്തു. തിന്മയിൽ നിന്ന് ഇയാൾ പിന്മാറിയപ്പോ ആ പെണ്ണ് ദുആ ചെയ്ത ദുആയാണ് ചരിത്രം ഇത് രേഖപ്പെടുത്തി. അസ്അലുല്ലാഹ ജല്ല വഅലാ അൻ യഖിയക ഹർറൻ നാരി ഫിദ്ദുനിയാ വൽ ആഖിറ. ഞാൻ അല്ലാഹുവിനോട് ദുആ ചെയ്യുകയാണ്, ദുനിയാവിലോ ആഖിറത്തിലോ തീയിന്റെ ചൂട് നിങ്ങൾക്ക് ഏൽക്കരുതേ എന്ന് ഞാൻ അല്ലാഹുവിനോട് ദുആ ഇരക്കുകയാണ്. മാലിക് ഇബ്നു ദീനാറേ, ആ പെണ്ണിന്റെ പ്രാർത്ഥന ഉണ്ടായതിന് ശേഷം ദുനിയാവിലെ തീ എന്റെ കൈകളിൽ തൊട്ടാൽ എന്റെ കൈ പൊള്ളാറില്ല. ഇനി ഞാൻ ആഗ്രഹിക്കുന്നു, വഹുവ മാ അർജൂഹു ഫിൽ ആഖിറ, നാളെ പരലോകത്തും അല്ലാഹു എന്നെ രക്ഷപ്പെടുത്തുമെന്നാണ് ഞാൻ പ്രതീക്ഷിക്കുന്നത്. ആഖിറത്തിലെ തീയും തുടരുതേ എന്ന് ആ പുണ്യവതിയായ പെണ്ണെനിക്ക് വേണ്ടി ദുആ ചെയ്തുവല്ലോ. ആ ദുആ ദുനിയാവിൽ ഞാൻ അനുഭവിക്കുകയാണ്. നാളെ പരലോകത്തും ആ പ്രാർത്ഥന സ്വീകരിക്കപ്പെട്ടിരിക്കണം. അതാണ് മാലിക് ഇബ്നു ദീനാറേ, ഞാനിങ്ങനെ പച്ചയിൽ ഇരുമ്പ് തൊടുന്നതിന്റെ രഹസ്യമെന്ന് മഹാനായ അൽ ആലിമുർ റബ്ബാനി, മഹാനായ അശ്ശൈഖ് മാലിക് ബിൻ റഹ്മത്തുള്ളാഹി തആല അലൈഹി, താബിഈങ്ങളുടെ കാലഘട്ടങ്ങളിൽ ലോകത്ത് വന്ന ലോകപ്രസിദ്ധനായ പണ്ഡിതനാണ്. അദ്ദേഹം ഉദ്ധരിച്ച സംഭവമാണിത്. ബിസ്മില്ലാഹിർ റഹ്മാനിർ റഹീം. ഇന്നല്ലദീന യഖ്ശൗന റബ്ബഹും ബിൽഗൈബ്, ഇന്നല്ലദീന യഖ്ശൗന റബ്ബഹും ബിൽഗൈബ് ലഹും മഗ്ഫിറത്തുൻ വഅജ്റുൻ കബീർ വഅസിറൂ ഖൗലകും അവജ്ഹറൂ ബിഹി ഇന്നഹു അലീമുൻ ബിദാതിസ് സുദൂർ. അലാ യഅലമു മൻ ഖലഖ, അലാ യഅലമു മൻ ഖലഖ വഹുവൽ ലതീഫുൽ ഖബീർ. സൂറത്തുൽ മുൽക്കാണിത്, തബാറക സൂറത്ത് എന്നും ഓതേണ്ട സൂറത്തല്ലേ ഇത്. വഅസിറൂ ഇന്നല്ലദീന യഖ്ശൗന റബ്ബഹും ബിൽഗൈബ്, കണ്ണുകൊണ്ട് കാണപ്പെടാത്തവനായ അല്ലാഹു, അല്ലാഹു
The God Almighty who is unseen. കണ്ണുകൊണ്ട് കാണാൻ പറ്റൂല റബ്ബിനെ. ലാ തുദ്രികുഹുൽ അബ്സാർ, ലാ തുദ്രികുഹുൽ അബ്സാർ. No eyes can conceive him. അല്ലാഹുവിനെ ഉൾക്കൊള്ളാൻ കണ്ണുകൊണ്ട് കഴിയില്ല. വഹുവ യുദ്രികുൽ അബ്സാറ. അല്ലാഹുവാണ് കണ്ണുകളെ നിയന്ത്രിക്കുന്നത്. He is the one controlling the eyes. കണ്ണുകളെ കാണാത്തത് കാണിച്ചു കൊടുക്കാനും കണ്ടുകൊണ്ടിരിക്കുന്നത് കാണാതെയാക്കാനും ആർക്ക് കഴിയും? അല്ലാഹുവിന് കഴിയും. വഹുവൽ ലതീഫുൽ ഖബീർ. He is the subtle, the all knowing. അല്ലാഹു സസൂക്ഷ്മം അറിയുന്നവനാണ്. മൈന്യൂട്ട് ഡീറ്റെയിൽസ് അല്ലാഹുവിന് അറിയാം. നിങ്ങൾ ഡിലീറ്റ് ചെയ്ത് കളഞ്ഞാലും അറിയും, ക്ലിയർ ചാറ്റ് ചെയ്താലും അറിയും, അക്കൗണ്ട് മാറ്റിയടിച്ചാലും അറിയും, നിങ്ങളുടെ ഐഡന്റിറ്റി ഫേക്ക് ചെയ്താലും. വഹുവൽ ലതീഫുൽ ഖബീർ. ഇത് വിശ്വസിക്കുമ്പോഴേ മുഅ്മിനാവുള്ളൂ. ഇത് വിശ്വസിക്കുമ്പോഴേ മുഅ്മിനാവുള്ളൂ. എല്ലാം റബ്ബിനറിയും. വഅസിറൂ ഖൗലകും അവിജ്ഹറൂ ബിഹി. മെല്ലെ പറഞ്ഞാലും ഉറക്കെ പറഞ്ഞാലും ആരും കേൾക്കണ്ട. ഉമ്മണ്ട് ഇവിടെ, കുറച്ച് കഴിഞ്ഞിട്ട് വിളിക്ക്, അല്ലാഹ് അറിയുന്നുണ്ട്. ഉറക്കെ പറഞ്ഞു. പേര് കാണുമ്പോൾ ഭർത്താവിൻ്റെ പേരാ, വിളിക്കണത് ഏതോ കോന്തന. പക്ഷെ ഈ പേര് സേവ് ചെയ്ത് വെച്ച് ആര് കണ്ടാലും കുഴപ്പമുണ്ടാച്ചിട്ട് ചെയ്ത പണി ഇതാ. ഇതൊക്കെ അല്ലാഹുവിനറിയാം. നിങ്ങൾ ചെയ്താലും ആണ് ചെയ്താലും പെണ്ണ് ചെയ്താലും വഹുവൽ ലതീഫുൽ ഖബീർ. ഇതൊക്കെ അറിയുന്നതിനെയാണ് അല്ലാഹു എന്ന് വിളിക്കുക. ജീവിക്കാൻ അല്ലാഹു തൗഫീഖ് നൽകട്ടെ. അപ്പൊ നമ്മൾ ആരെയാ പറ്റിക്കണത് എന്നാണ് എൻ്റെ ചോദ്യം. നമ്മൾ ആരെയാണ്? يا أيها الإنسان ما غرك بربك الكريم. يا أيها الإنسان, oh mankind, ما غرك بربك الكريم. What deceived you concerning your Lord the merciful? മനുഷ്യ, കാരുണ്യവാനായ അള്ളാന്റെ വിഷയത്തിൽ നിന്നെ പറ്റിച്ചു കളഞ്ഞ വിഷയം എന്താണ്? അള്ളാഹ് ചോദിക്കുകയാണ്. കാരുണ്യവാനായ പടച്ചവന്റെ വിഷയത്തിൽ എന്തേ നിന്നെ വഞ്ചിച്ചു കളഞ്ഞത്? അല്ലദീ ഖലഖക ഫസവ്വാക ഫഅദലക. He is the one created you, proportioned you, fashioned you. ഇങ്ങനെ ചെയ്ത പടച്ച നിന്നെ സൃഷ്ടിച്ചു, കൈകാലുകൾ തന്നു, കണ്ണ് തന്നു, കാത് തന്നു, ബ്രെയിൻ തന്നു. അങ്ങനത്തെ റബ്ബിനെ നീ പറ്റിക്കാൻ നോക്കുക? അല്ലാഹുവിന്റെ ചോദ്യം ഭയങ്കരമാണ്. മാ ഗറക ബിറബ്ബിക്കൽ കരീം. മാലക്കും ലാ തർജൂന ലില്ലാഹി വഖാറാ. മഹാനായ സൗബാൻ റളിയല്ലാഹു അൻഹു റിപ്പോർട്ട് ചെയ്യുന്ന ഹദീസ്, ലഅലമന്ന ഖവാമൻ മിൻ ഉമ്മതി യഅതൂന യൗമൽ ഖിയാമഹ. ഖിയാമത്ത് നാളിൽ വരാൻ പോകുന്ന എൻ്റെ ഉമ്മത്തികളിൽ ചില ആളുകളെ എനിക്കറിയാം. നിബിതങ്ങൾ ആധികാരികമായിട്ട് പറയാം. This is the prophetic statement. എൻ്റെ ഉമ്മത്തികളിൽ ചില ആളുകളെ എനിക്കറിയാൻ പറ്റും. യഅതൂന യൗമൽ ഖിയാമഹ ബിഹസനാതി അംസാലി ജിബാലി തിഹാമത ബൈളാ. തിഹാമ മലമടക്കുകളോളം, ഹിജാസിന്റെ മലമടക്കുകളോളം, വലിയ മലകളോളം വരുന്ന ഇബാദത്തുകൾ ചെയ്തു വരുന്നവർ. എല്ലാ കൊല്ലം ഹജ്ജിന് കൊല്ലത്തിലൊരു 10 ഉംറെങ്കിലും ചെയ്തിട്ടുണ്ടാവും, അല്ലെങ്കിൽ കുറേ കൊടുത്തിട്ടുണ്ടാവും. ഒരുപാട് നിസ്കാരം, ഒരുപാട് നോമ്പ്, ഇതൊക്കെ ചെയ്ത ആളുകളെ എനിക്കറിയാം. ഫയജ്അലുഹല്ലാഹു ഹബാഅൻ മൻസൂറാ. ആ മലകളോളം വരുന്ന ഇബാദത്തുകളെ അല്ലാഹു പൊടിപൊടിയാക്കി കളയും. എന്ത് ചെയ്യും? പൊടിപൊടിയാക്കി കളയും. അല്ലാഹുക്ക് വേണ്ട, ഭയങ്കര സംഭവമാണെന്ന് വെച്ച് പോയതാണ്. ചെന്ന് നോക്കുമ്പോൾ അല്ലാഹു ഒരു പൊടി പോലും ഇന്ന് സ്വീകരിച്ചിട്ടില്ല. അഊദു ബില്ലാഹ്, നഊദു ബില്ലാഹി മിൻ ഹാലിഹിം. സൗബാൻ റളിയല്ലാഹു അൻഹു ചോദിച്ചു, ഖാല സൗബാനു മൻഹും യാ റസൂലല്ലാഹ്. ആരാണവർ നബിയേ? സിഫും ലനാ ജല്ലിഹിം ലനാ അല്ലാ നകൂന മിൻഹും. അവരാരാണെന്ന് പറയൂ നബിയേ. അവരെ ഒന്ന് വിശദീകരിക്കണേ നബിയേ. അവരെ ഒന്ന് തെളിയിച്ചു പറയണേ നബിയേ. ആ കൂട്ടത്തിൽ ഞങ്ങൾ പെടാതിരിക്കുവാനാണ് ഒന്ന് പറഞ്ഞു തരുമോ നബിയേ?
ഗൗരവമുള്ള ഹദീസാണ് മുഅ്മിനെ. ഇത് നിങ്ങളെ പഠിപ്പിക്കാനുള്ള യോഗ്യത ഉള്ളത് കൊണ്ടല്ല. വലൗലം യഅദു ഫിന്നാസി മൻ ഹുവ മുദ്നിബു ഫമൻ യഅദുൽ ആസീന ബഅദ മുഹമ്മദി. ഇത് പറയാൻ പാപം ചെയ്യാത്തവരാരും ഇനി വരാനില്ല. അള്ളാഹുവിന്റെ റസൂലിന്റെ കാലശേഷം തെറ്റ് ചെയ്യാത്തവരിനി ബാക്കിയുണ്ടോ? ഇസ്മത്തിന്റെ കാലം ഹബീബിന്റെ വഫാത്തോട് അവസാനിച്ചു കഴിഞ്ഞു. അതുകൊണ്ട് തെറ്റ് ചെയ്യുന്നവർ തന്നെയാണ് വഅദ് പറയുന്നത്. നമ്മളാരും വലിയ ഖുറൈശികളായിട്ടല്ല, പറയാൻ യോഗ്യതയുണ്ടായിട്ടുമല്ല. പക്ഷേ ഇത് പറയേണ്ടത് ഉത്തരവാദിത്തമായതിന്റെ പേരിലാണ്. സിഫുഹും ലനാ ജല്ലിഹിം ലനാ ലിഅല്ലാ നകൂന മിൻഹും വനഹ്നു ലാ നഅലം. നബിയെ, ഞങ്ങൾ അറിയാതെ അക്കൂട്ടത്തിൽ പെട്ടുപോകുമോ എന്ന് പേടികൊണ്ടാണ് നബിയെ ഒന്ന് പറഞ്ഞു തരൂ, ആരാണിവർ? ഹബീബിന്റെ മറുപടി വന്നു സല്ലല്ലാഹു അലൈഹി വസല്ലം, അമാ ഇന്നഹും മിൻകും. അവർ നിങ്ങളെപ്പോലെ മുസ്ലിമീങ്ങൾ തന്നെയാണ്, മുസ്ലിമീങ്ങളാണ്. വമിൻ ജിൽദതികും, നിങ്ങളുടെ അതേ സ്വഭാവത്തിൽ ജീവിക്കുന്നവരാണ്. വയഖുദൂന മിനൽ ലൈലി കമാ തഅഖുദൂൻ. എന്താ പറഞ്ഞത്? രാത്രിയിൽ ഓവാലത്ത് പോയി കഞ്ചാവ് അടിച്ച് കിടക്കുന്നല്ല ഈ പറയണത്. രാത്രി സമയങ്ങളിൽ ഖിയാമുൽ ലൈലിന് തഹജ്ജുദിന് എഴുന്നേറ്റ് നിൽക്കുന്ന മുഅ്മിനീങ്ങളാണ്. രാത്രി തഹജ്ജുദ് വരെ ഉണ്ട്, സുബഹിന്റെ മുമ്പ് എഴുന്നേൽക്കുന്ന ആളാണ്. യാ അല്ലാഹ്. വലാകിന്നഹും അഖ്വാം, ഇവരാരാണെന്നറിയുമോ? ഇദാ ഖലൗ ബിമഹാരിമില്ലാഹ്, അല്ലാഹു ഹറാമാക്കിയത് ആരും അറിയാതെ ചെയ്യാൻ ഒരവസരം കിട്ടിയാൽ ഇൻതഹകൂഹാ, ഇരിക്കും. അങ്ങനത്തെ ആളുകളായിരുന്നു ഇവരെ. ആരും അറിയില്ലെങ്കിൽ, അത് വിശുദ്ധമായ മക്കയിൽ ഉംറക്ക് പോയാൽ പോലും അങ്ങനെയും സംഭവിക്കാം. ഹറമിലാന്നുള്ള ബോധം നമുക്ക് ഉണ്ടാവില്ല. റസൂലുള്ളാഹിന്റെ മദീനയുടെ അൽ ഹറമുൽ മദനിയിലാണ് എന്ന ബോധമുണ്ടാവില്ല. പിന്നെണ്ടോ നാട്ടിലെ കഥ പറയാൻ? ഇദാ ഖലൗ ബിമഹാരിമില്ലാഹി ഇൻതഹകൂഹാ, ഒരു തിന്മ ചെയ്യാൻ അവസരം ആരാരും അറിയാതെ കിട്ടിയാൽ അവരത് ചെയ്യുന്നവരാണ്. അങ്ങനത്തവർ എത്ര മലകളോളം വരുന്ന പ്രതിഫലങ്ങളുമായി വന്നാലും യജഅലുഹല്ലാഹു ഹബാഅം മൻസൂറാ, അല്ലാഹു അതിനെ പൊടിപൊടിയാക്കി കളയും. അള്ളാഹു നമ്മെ സ്വീകരിക്കട്ടെ. നമ്മുടെ കൽബുകളെ അള്ളാഹു റബ്ബിന്റെ മുമ്പിൽ അള്ളാഹു പിടിച്ചു നിർത്തി തരട്ടെ. തിന്മകൾ തിന്മകളാണെന്ന് മനസ്സിലായതിനു ശേഷം, നന്മ നന്മയാണെന്ന് ബോധ്യപ്പെട്ടതിന് ശേഷം നന്മയ്ക്ക് വേണ്ടി നിലകൊള്ളാനും തിന്മയിൽ നിന്ന് വിട്ടു നിൽക്കാനുമുള്ള തൗഫീഖ് അല്ലാഹു ജല്ല ജലാലു ഇവിടെ ഒരുമിച്ച് കൂടിയ നിങ്ങളുടെ ഭാഗ്യം കൊണ്ട്, നിങ്ങളുടെ ആമീനിന്റെ ബർക്കത്ത് കൊണ്ട് എനിക്കും നമ്മളെല്ലാവർക്കും സർവ്വ മുസ്ലിമാറ്റുകൾക്കും റബ്ബേ നീ നൽകണേ തമ്പുരാനെ. ഇവിടെ മുത്തഖീങ്ങൾ ഇരിക്കുന്ന സദസ്സാണിത്. എത്രയോ ഈമാൻ സ്ഫുരിക്കുന്ന മുഖങ്ങളുള്ള ഉപ്പമാർ, ഉസ്താദുമാർ, മുതഅല്ലിമീങ്ങൾ, എത്രയോ നല്ല വൃദ്ധകളായ വല്യമ്മമാർ, ഉമ്മമാര്, അള്ളാഹുവിനെ ഭയപ്പെടുന്ന സഹോദരിമാർ ഇരിക്കുന്ന സദസ്സാണിത്. അള്ളാഹു നിങ്ങളുടെ ആമീനിന്റെ ബർക്കത്ത് കൊണ്ട് അള്ളാഹു നമുക്ക് ഇസ്തിഖാമത്ത് അള്ളാഹു നിലനിർത്തി തരട്ടെ. ഇത് വലിയ വിഷയമാണ് മുഅ്മിനീങ്ങളെ, ഇത് ചെറുതല്ല. കുറെ എന്തെങ്കിലും വാദ് പറഞ്ഞിട്ടൊന്നുമല്ല വിഷയം. ഇതാണ് വിഷയം. ഇത് നമ്മൾ മനസ്സിലാക്കാതെ എന്ത് പോരിശ പറഞ്ഞിട്ട് എന്താ കാര്യം? നമുക്ക് ദീൻ ബോധിക്കണം. നമ്മുടെ തലയിലേക്ക് ഇത് നമുക്ക് എടുത്തു വെക്കാൻ കഴിയുന്നില്ലെങ്കിൽ പിന്നെ എന്താ കാര്യം? ദീൻ അള്ളാഹ് സ്വർഗ്ഗ തരാൻ പോണത് 10 സെന്റ് ഭൂമി, 1 ഏക്കർ സ്ഥലത്ത് പെരയൊന്നുമല്ല അള്ളാഹ് തരുന്നത്. ലോകങ്ങളാണ്, ആലം, ദുന്യാവുകൾ. ദുന്യാവിൻ്റെക്കാളും ഇരട്ടികൾക്കിരട്ടി വലുപ്പമുള്ള സ്ഥലങ്ങളാണ്. എത്ര കോടി ഹെക്ടർ ആയിരിക്കും അള്ളാഹിന്റെ ഭൂമിന്റെ വലുപ്പം? ഇതല്ല, ഈ പ്രപഞ്ചമാസകലം കാണുന്ന മനുഷ്യന്റെ ദൃശ്യപ്രപഞ്ചം ഇതിനേക്കാളും വലുതാണ് ഒരാൾക്ക് അള്ളാഹു നൽകുന്നത്. ഖർത്തിന് വേണ്ടി അധ്വാനിക്കാത്തത്. സിനിമയും കണ്ടിങ്ങനെ നടക്കുകയാണോ? ഓൾക്ക് വേറെ പണിയൊന്നും ഇല്ലാത്തതുകൊണ്ട് ഓലിങ്ങനെ പുതിയത് ഇറക്കിക്കൊണ്ടിരിക്കും, മോഡിഫൈ ചെയ്തുകൊണ്ടിരിക്കും. നമ്മളതിന് നല്ല വ്യൂവേഴ്സാണ്. അതിലുള്ള തെറ്റും ശരിയും എന്താണെന്ന് നോക്കാതെ തലയിലേക്ക് എടുക്കുകയാണെന്നിട്ട് നമ്മളതിൻ്റെ പിന്നാലെ ഓടുകയാണ്. നമുക്ക് ആഖിറമുണ്ട്, നമ്മൾ മരിച്ചു പോയാൽ ഒരു ജീവിതമുണ്ടെന്ന് വിശ്വസിക്കുന്നവരാണ്. തിന്മകളോ ലിബറലിസമോ ഇവിടെ പ്രചരിപ്പിക്കുന്ന ആളുകൾക്ക് ആ ഒരു കൺസേൺ ഇല്ല. ഉള്ള ബോധം കൊടുക്കട്ടെ, അത്രേ പറയാൻ പറ്റൂ.
ഇറ്റ്സ് നൺ ഓഫ് ദെയർ കൺസേൺ. അപ്പോൾ അവർക്ക് എന്തും ചെയ്യാൻ പറ്റും. നമ്മൾ അങ്ങനത്തെവരല്ല. ബുദ്ധിയുള്ള മനുഷ്യനല്ല പടച്ചിട്ടുണ്ടെങ്കിൽ ഒരു പരലോകമുണ്ട് എന്നതിൻ്റെ തെളിവാണ് ബുദ്ധിയുള്ള മനുഷ്യൻ. അല്ലാതെ വെറുതെ ബുദ്ധി തരൂ അള്ളാഹു. ഉമർ റളിയല്ലാഹു അൻഹുവിൻ്റെ കാലഘട്ടത്തിലെ ഒരു അറാബിയുടെ ഒട്ടകം ഈത്തപ്പന ഓല തിന്ന ഒരു കഥ നമ്മൾ ഇടക്കൊന്ന് കയറി വെച്ചിരുന്നു അല്ലേ? അതിന് പറയണോ? പിന്നെ എപ്പോഴും പറഞ്ഞാൽ പോരെ? അവിടെ ആരെ പറഞ്ഞല്ലോ, വേറെന്തോ പറഞ്ഞല്ലോ. അൽഹംദുലില്ലാഹ്. കുട്ടി കരയുണ്ട്, നിർത്തല്ലേ? കുട്ടികൾക്ക് എന്തെങ്കിലും വീശി കൊടുക്കുക, എന്തെങ്കിലും വെള്ളമോ അല്ല ഭക്ഷണമോ എന്തെങ്കിലുമൊക്കെ. കുട്ടികളായിട്ട് വരുമ്പോഴൊന്നും എന്തെങ്കിലും കൊണ്ടുവരണേ. വലിയ ത്യാഗമാണ് മക്കളെയും മടിയിൽ വെച്ച് ഉമ്മമാരിയ്ക്കാം. പുതിയാപ്പിള്ളേരോട് ഉഷാറായിട്ട് ഇരിക്കണ്ടാവും. ഇങ്ങനെ ആ പെണ്ണ് സാധു കുട്ടികളെ നോക്കി മടിയിലും വെച്ച് കൈ വഴഞ്ഞിട്ടുണ്ടാവും. സീറ്റ് കിട്ടിയിട്ടുണ്ടാവില്ല, ചിലപ്പോൾ ഉള്ള സീറ്റ് വല്ല സുഖം ഉണ്ടാവില്ല. ഇൻഷാ അല്ലാഹ് അങ്ങനൊക്കെ അല്ലേ, പരസ്പരം ഒരു അണ്ടർസ്റ്റാൻഡിങ് ഒക്കെ അല്ലേ? അൽഹംദുലില്ലാഹ്. കല്യാണം കഴിഞ്ഞ് ആദ്യത്തെ 2 കൊല്ലം ഉണ്ടാവും, പിന്നെ അത് കാണില്ല. ബൈക്കുമേലൊക്കെ വെച്ചാൽ പോവുക, പിന്നെ പറയും ഈ ബസ്സിന് പോരും, ഞാൻ പോയിക്കോളാം. സുബ്ഹാനല്ലാഹ്. 2 കുട്ടിയും കൂടെ ആയ പറയും ഈ കുട്ടികളും പിന്നെ വേറെ എപ്പോഴെങ്കിലും പോയിക്കോ, നിന്റെ ഒപ്പം പോരണ്ടേ, ഇന്ന് ഞാൻ ഒറ്റക്ക് പോയിട്ട് വരാമെന്ന് പറയും. പിന്നെ അങ്ങനെയാവും. അതും അങ്ങനെ ജീവിക്കുന്നു, ആർക്കോ വേണ്ടി. അങ്ങനെ നായി പോവരുതേ. പുണ്യ നബി സല്ലല്ലാഹു അലൈഹി വസല്ലം 60 വയസ്സ് കഴിഞ്ഞതിൻ്റെ ശേഷവും അവിടുത്തെ ഭാര്യമാർ ആയിഷ ബീവി റളിയല്ലാഹു അൻഹ, ഹഫ്സ റളിയല്ലാഹു അൻഹ, സഫിയ റളിയല്ലാഹു അൻഹ അവരോടൊക്കെ സ്നേഹമസൃണമായ പെരുമാറ്റങ്ങളായിരുന്നു സല്ലല്ലാഹു അലൈഹി വസല്ലം. മദീനയിൽ ഒരു അറാബി വന്നതാണ്. ആ അറാബി അദ്ദേഹത്തിന്റെ ഒട്ടകം ഒരു മദീനക്കാരന്റെ ഈത്തപ്പനയുടെ ഓല കടിച്ചു തിന്നു. അയാൾക്ക് പെട്ടെന്ന് ദേഷ്യം വന്നു. ചില ആൾക്കാർക്ക് പെട്ടെന്ന് ദേഷ്യം വരൂലേ? പിന്നെ ഒരു പച്ചപ്പാവായിരിക്കും. പിന്നെ പറയാം അത് ആ നേരത്താണ് ദേഷ്യം വന്നപ്പോൾ പറഞ്ഞു പോയതാ, സാറിലിട്ട കുട്ടിയാണ് പറയാനുള്ള ദുന്യാവിനെ അപ്പുറല് പറഞ്ഞിട്ടുണ്ടാവും. പിന്നെ ഇപ്പൊ വെത്ത് പിടിച്ചിട്ട് എവിടെ എത്താനാ? പറയുമ്പോ ഒന്ന് കരുതി പറയാം. ദേഷ്യപ്പെട്ട് പറയുകയാണെങ്കിലേ ചില ഉമ്മാരും വാപ്പാരൊക്കെ ഉണ്ട് പുളിച്ച ചീത്ത പറയാന്നൊക്കെ പറയില്ലേ നമ്മളെ മലപ്പുറം മലയാളത്തില്. ഇത് പാലക്കാട് എത്തിയല്ലേ. അപ്പോ അങ്ങനത്തെ ചീത്ത പറഞ്ഞിട്ട് അപ്പൊ ഞാൻ പറഞ്ഞ ഉമ്മയല്ലാണ് വിചാരിച്ചുള്ള പൊരുത്തപ്പെട്ടളാ. എന്നാലും ഉമ്മാരെ ഒരു കൺട്രോളിലൊക്കെ പറയാൻ പാടുള്ളൂ. ഉമ്മാർക്ക് ചില തോന്നലുണ്ട് കേട്ടോ. എങ്ങനെയെന്നറിയോ? മരുക്കളായ പോലെ ചീത്ത പറയാനുള്ള അധികാരമുണ്ട് എന്നാ തോന്നല്. മക്കളെയൊക്കെ ചീത്ത പറയാനുള്ള അധികാരമുണ്ട്, അങ്ങനെ അധികാരമില്ല. തിരുത്താനുള്ള അധികാരമുണ്ട്, ശിക്ഷണവും അച്ചടക്കവും പഠിപ്പിക്കാനുള്ള അധികാരമുണ്ട്. എന്നല്ലാതെ മരുക്കളൊക്കെ ചീത്ത പറയല അത് ആരെന്നതാ? അങ്ങനെ സംഭവമില്ല. അത് നാട്ടുകാരുണ്ടാക്കിയതാണ്. മരോളല്ലേ ഓളെ 4 പറഞ്ഞാലും കുഴപ്പമൊന്നുമില്ലല്ലോ, നാട്ടുകാരിൻ്റെ ഒപ്പാകാരെന്ന്. അല്ലല്ല, അള്ളാഹുവും അവന്റെ റസൂലും നിങ്ങൾക്കെതിരായിരിക്കും. അവിടെ വെറുതെ ചീത്ത അറിയുമ്പോൾ അങ്ങനെ പാടില്ലല്ലോ. അങ്ങനെ ഒരു വെപ്പ് നാട്ടിൽ എവിടെയോ ഇപ്പോഴും ബാക്കിയുണ്ട്, ഒക്കെ എടുത്തു കളയണം. ആ തെറ്റുകളെ തിരുത്തലാണ് നമ്മുടെ ആവശ്യം. അങ്ങനെ അധികാരമൊന്നുമില്ല മക്കളെ ചീത്ത പറയാം. അങ്ങനെ ചീത്ത പറഞ്ഞാൽ മക്കളൊക്കെ വെറുക്കും. പഴയ മക്കളല്ല, നമ്മളൊക്കെ അടി കിട്ടി വളർന്ന മക്കളായിരിക്കാം. വാപ്പാന്ന് വിളിക്കാൻ വരെ ധൈര്യം ഉണ്ടായിട്ടുണ്ടാവില്ല. വാപ്പ ഒരു വാതിലൂടെ വരുമ്പോൾ അടുക്കളയുടെ പുറത്തേക്ക് കൂടിയ മക്കളായിരിക്കും നമ്മള്. പക്ഷെ ഇപ്പോഴത്തെ മക്കൾ അങ്ങനെയല്ല. നമ്മൾ അവരെ മനസ്സിലാക്കണം. ആ കാലഘട്ടത്തെ റൂളൊന്നും ഇപ്പം ഈ മണ്ണാർക്കാടും ഈ വമ്പാഴക്കോടൊന്നും നടക്കൂല. എന്ത് ചെയ്യണം? നമ്മളൊന്ന് കുറച്ച് നല്ല സ്വഭാവം നല്ല വർത്താനൊക്കെ പറയാം. നമ്മളൊക്കെ മനുഷ്യന്മാരാ. ശരീരത്തിൽ അസുഖവും വേദനയും ക്ഷീണമൊക്കെ ഉണ്ടാവുമ്പോൾ എന്തൊക്കെയോ പറയാൻ തോന്നും. മിണ്ടാണ്ടിരുന്നോളി, അതാ നല്ലത്. ആരെയും വെറുപ്പിക്കാതിരിക്കുക അല്ലേ? ദേഷ്യം വരുമ്പോൾ ഒരു മനുഷ്യൻ അവനവനെ കൺട്രോൾ ചെയ്യാൻ പറ്റിയാൽ അവരാണ് ഏറ്റവും നല്ലവരെന്ന് പരിശുദ്ധ റസൂൽ സ്വല്ലല്ലാഹു അലൈഹി വസല്ലം. മുപ്പരിപ്പുള്ളിലൊന്നും പോയിട്ടില്ല. ഒരു മുറുക്ക് വെള്ളം കുടിച്ചോട്ടെ, കുഴപ്പമില്ലല്ലോ. എത്രയും കുടിച്ചോളി ഉസ്താദേ അല്ലേ? പിന്നെ ഇതിന് കണ്ണൊളിക്കേണ്ടത് പച്ച വെള്ളം, ചൂടുള്ള വെള്ളാണേ. ഉസ്താദ് ഓർലിസ് കുടിച്ചാന്ന് വിചാരിച്ചണ്ട, സാധാ വെള്ളാണ്. ബിസ്മില്ലാഹിർ റഹ്മാനിർ റഹീം. ഇതിലെന്താ പ്രാണിയുടെ? കുഴപ്പമില്ല, അൽഹംദുലില്ലാ. മുസ്തഫ വിചാരിച്ച് ഭയങ്കര മഴ പെയ്ത് കുളവ് അടച്ചവനെ
ഇന്നലെ വിളിക്കുന്നുണ്ട്, ഉസ്താദേ ഞങ്ങളിപ്പോൾ എയർപോർട്ടിലെത്തിയോ? ആ എയർപോർട്ടിൽ തന്നെയാണ് ഉള്ളത്, ഈ സമയത്ത് ഇന്നലെ എയർപോർട്ടിലാണ്. ആ ഉസ്താദേ ദ്വാരക്കിട്ടോ, മഴ പെയ്യുമെന്ന് ഭയങ്കര പേടിയുണ്ട്, ദ്വാരക്ക. പാവം ഭയങ്കര ബേജാറ്. പുസ്തകം പോയോ ഉണ്ടോ? ഏതായിരുന്നാലും ഒരു ടെൻഷനേ, സ്വന്തം പേരിലെ കല്യാണത്തിൻ്റെ അന്നുണ്ടാവും നമുക്കൊരു ബേജാറ്. എന്ന പോലെ ബേജാറിലായിരുന്നു മുസ്തഫ. അള്ളാഹു ഖൈർ കൊടുക്കട്ടെ. ഇപ്പോൾ ആർക്കും മൂപ്പർക്ക് പേരി കൊണ്ടാനൊന്നല്ലല്ലോ, നമുക്ക് എല്ലാവർക്കും വേണ്ടിയുള്ള ടെൻഷനല്ലേ. ലാ യുസീബുൽ മുഅ്മിന മിൻ ഹമ്മിൻ വലാ ഗമ്മിൻ വലാ നസ്ബിൻ വലാ വസ്ബിൻ ഹത്ത ശൗകത യുശാഖുഹാ ഇല്ലാ കഫറല്ലാഹു ബിഹാ ഖത്വായ. ടെൻഷൻ വരെ കൂലി കിട്ടുന്നതാണ്. അള്ളാഹു കൂലി കൊടുക്കട്ടെ. ആമീൻ യാ റബ്ബൽ ആലമീൻ. അപ്പോൾ ഒട്ടകം, കുറേ നേരം ഉസ്താദ് ഒട്ടകം പറയാൻ തുടങ്ങിയിട്ട്, ഇനി ബാക്കി കിട്ടൂലേ? കിട്ടും, ഇപ്പം പറയാം. അപ്പൊ ഇയാള് ഈ തോട്ടത്തിന്റെ ഉടമക്ക് ഭയങ്കര ദേഷ്യം വന്നിട്ട് ഒട്ടകത്തെ എറിഞ്ഞു. ആ ഒട്ടകം ഒരു ഇല കടിച്ചിട്ടേ ഉള്ളൂ, പക്ഷെ അയാൾക്ക് ദേഷ്യം വന്നു. ഒട്ടകത്തെ എറിഞ്ഞു കല്ലുകൊണ്ട്. അത് ഒട്ടകത്തിന്റെ തലക്ക് കൊണ്ടു. ഒട്ടകം അവിടെ വീണു. ഒട്ടകം ചത്തുപോവുകയും ചെയ്തു. ഇപ്പൊ അറാബിക്ക് ആകെയുള്ള വാഹനമാണ്. അദ്ദേഹത്തിന് ആ ഒട്ടകപ്പുറത്ത് വേണം നജിദ് വരെ യാത്ര ചെയ്യാൻ. 1500 കിലോമീറ്റർ പോകണം മൂപ്പർക്ക്. ഇനി എങ്ങനെ പോകാനാണ്? അയാൾക്ക് ദേഷ്യം വന്നു. അയാൾ പോയിട്ട് ഈ അറാബിയുടെ തോട്ടം നോക്കുന്ന ഒരു അടിമയുണ്ട്, അയാളെ പിടിച്ചു കൊന്നു. സുബ്ഹാനല്ലാഹ്. അന്നത്തെ അമീറാണ്, ഖലീഫയാണ് അമീറുൽ മുഅ്മിനീൻ ഉമർ ഇബ്നുൽ ഖത്താബ് റളിയല്ലാഹു അൻഹു. ഉമർ തങ്ങൾ വിളിച്ചു രണ്ടുപേരെയും. അറാബി, നിങ്ങൾ ഇയാളുടെ ഒട്ടകത്തെ കൊന്നല്ലേ, അതിന് ഇയാൾക്ക് നഷ്ടപരിഹാരം കൊടുക്കണം. പിന്നെ ഈ അറാബിന്റെ അടിമയെ നിങ്ങൾ കൊന്നല്ലേ, അതുകൊണ്ട് നിങ്ങളെ തിരിച്ചു കൊല്ലും. ഖിസാസ് ഇസ്ലാമിന്റെ നിയമമാണ്. മനഃപൂർവ്വം അംദൻ വഖസ്ദൻ ഒരാളെ കൊന്നാൽ തിരിച്ചു കൊല്ലപ്പെടും. അത് അടിമയായിരുന്നു അയാളുടെ തോട്ടത്തിന്റെ ഉടമ, തോട്ടം നോക്കുന്ന ഒരു മാനേജർ. ഇവരെ കൊന്നത്. ഫാറൂഖ് റളിയല്ലാഹു അൻഹു പറഞ്ഞു, അലൈക്കൽ ഖിസാസ്. ഭയങ്കര പ്രശ്നമായി. ഇപ്പൊ ഗൾഫ് നാട്ടിലൊക്കെ അങ്ങനെ പ്രശ്നങ്ങൾ വരും. എന്തെങ്കിലും അടിപിടി കേസ്, പെട്രോൾ പമ്പെന്ന് അറബി അങ്ങനെ പറഞ്ഞു, അപ്പൊ പിടിച്ച് തച്ച്, അങ്ങനെ എന്ത് ചെയ്തു, ആള് മരിച്ചുപോയി. എത്ര കേസ് കേൾക്കാറുണ്ട് അങ്ങനെ. സുബ്ഹാനല്ലാഹ്. ദേഷ്യം വരുമ്പോ മനുഷ്യൻ എന്തെങ്കിലുമൊക്കെ ചെയ്തു പോവല്ലേ. അതുകൊണ്ടാണ് പിശാച് നിങ്ങളുടെ തലയിൽ കയറി ദേഷ്യം പിടിപ്പിക്കുമ്പോൾ പറയണേ, ഒരാളിങ്ങനെ ദേഷ്യപ്പെട്ട് ഇങ്ങനെ സംസാരിച്ചാടെ തൊണ്ടയിൽ നിന്ന് ഇങ്ങനെ ഞരമ്പ് ഇങ്ങനെ പെടച്ചിങ്ങനെ നിറഞ്ഞു നിൽക്കുമ്പോഴേ തങ്ങൾ പറഞ്ഞു, ലഅലമു കലിമച്ചൻ, ഒരു വാക്ക് എനിക്കറിയാം, ആ വാക്ക് ലൗ ഖാലഹ സകത്, ആ വാക്ക് അയാൾ പറഞ്ഞാൽ ഈ ദേഷ്യം അവിടെ അടങ്ങും. എന്താ നബി അയാളോട് പറയേണ്ടത്? ഞങ്ങൾ പറഞ്ഞു കൊടുക്കാം. അയാളോട് പറയ്, അഊദു ബില്ലാഹി മിനശ് ശൈത്വാനിർ റജീം, ഇത് പറയാൻ വേണ്ടി പറയേ എന്ന് പറഞ്ഞു സല്ലല്ലാഹു അലൈഹി വസല്ലം. പിശാചാണ്. ഫാറൂഖ് റളിയല്ലാഹു അൻഹു ഇയാളെ പ്രതികാര ശിക്ഷ നടപ്പാക്കാൻ വിളിച്ചു വരുത്തിയപ്പോ മഹാനവറുകളോട്, ഉമർ ഇബ്നുൽ ഖത്താബ് റളിയല്ലാഹു അൻഹുവിനോട് ആ അറാബിയുടെ ഒരു മറുപടിയുണ്ട്. അമീറുൽ മുഅ്മിനീൻ, എന്നെ തിരിച്ചു കൊന്നാൽ എനിക്ക് കുഴപ്പമില്ല, പക്ഷേ എനിക്കൊരു 3 ദിവസത്തെ സാവകാശം തരണേ. എന്തിന്? എൻ്റെ നാട്ടിലെ കുറേ പാവപ്പെട്ട യതീം കുട്ടികളും വിധവകളൊക്കെ ഉണ്ട്, അവരുടെയൊക്കെ പൈസ എൻ്റെ കയ്യിൽ അവരൊക്കെ സൂക്ഷിക്കാൻ തരല്ലേ. ഞാനത് ബറിൽ, മരുഭൂമിയിൽ എവിടെയോ കൊണ്ടുപോയി സൂക്ഷിച്ചു വെച്ചിട്ടുണ്ട്. അത് അവർക്ക് എടുത്തു കൊടുത്തിട്ട് ഞാൻ വരാം. എന്നിട്ട് നിങ്ങൾ എന്നെ കൊന്നോളി. അപ്പോ നീ ഇങ്ങനെ പോയാൽ നിന്നെ എവിടെ നിന്ന് കിട്ടും? ആര് ജാമ്യം നിൽക്കുമെന്ന് ചോദിച്ചു. പറഞ്ഞു, ആരെങ്കിലും ജാമ്യം നിൽക്കാണ്ടോ ഞാൻ നോക്കട്ടെ, ഇല്ലെങ്കിൽ അള്ളാഹുവാണ് ജാമ്യം, അള്ളാഹിനെ വിചാരിച്ച് വിട്ടേക്കെന്ന് പറയും. എന്റെ കീഴിൽ യതീമുകളുണ്ട്, യതീമുകളുടെ സമ്പത്തുണ്ട്, എന്നെ ഒന്ന് വിട്ടുതരുമോ? ആര് ജാമ്യം നിൽക്കും? നിങ്ങൾ പോയാൽ നിങ്ങൾ പ്രതിയാണ്, നിങ്ങൾ എങ്ങനെ ജാമ്യത്തിൽ ഇറക്കും? അദ്ദേഹം പറഞ്ഞു, എന്നെ അറിയണ ആരും ഇവിടെ ഇല്ല, ഞാൻ ഏതോ നാട്ടുകാരനല്ലേ. അല്ലാഹു അല്ലാതെ ഒരു ജാമ്യക്കാരൻ എനിക്കില്ല, എന്റെ ജാമ്യക്കാരൻ അല്ലാഹുവാണ്. അബൂദർ ഗിഫാരി റളിയല്ലാഹു അൻഹു സദസ്സിലുണ്ട്. അമീറുൽ മുഅ്മിനീൻ, എന്റെ ഗ്യാരണ്ടിയിൽ അയാൾ പോയിക്കോട്ടെ. അബൂദർ, അതിന്റെ അർത്ഥം എന്താ നിങ്ങൾക്കറിയോ? ഇയാൾ വന്നില്ലെങ്കിൽ നിങ്ങളെ കൊല്ലും. അയാൾ കൊല്ലപ്പെടേണ്ട ആളാണ്, നിങ്ങളെ തിരിച്ചു കൊല്ലും, നിങ്ങളായിരിക്കും കൊല്ലപ്പെടുക. പറ്റുമോ ചോദിച്ചു. ആ പറ്റുന്ന.
ഇയാളെങ്ങക്കറിയോ? എനിക്കറിയില്ല. അല്ലാഹുവിനെ വിചാരിച്ച് പറയുമ്പോ പോയിക്കോട്ടെ എന്ന്. അബൂദർ ബോധത്തോടുകൂടെ തന്നെയല്ലേ പറയുന്നത്? അതേ അമീറുൽ മുഅ്മിനീൻ, ബോധത്തോടുകൂടെ തന്നെയാണ്. ഇയാള് പോയി. എല്ലാവർക്കും പടക്കാൻ തുടങ്ങി. അബൂദറേ, റോട്ട് കൂടെ പോണ പാമ്പിനെ അവിടെ തോൾക്കിടേണ്ട വല്ല കാര്യം ഉണ്ടായിരുന്നോ? ഗിഫാർ ഗോത്രത്തിന്റെ നേതാവാണ് അബൂദറുൽ ഗിഫാരി റളിയല്ലാഹു അൻഹു. ഇസ്ലാമിന്റെ മുമ്പ് കൊള്ളക്കാരനായിരുന്നു, മുസ്ലിമാകുന്നതിന്റെ മുമ്പ്. പിന്നെ പച്ചപ്പാവമാണ്. യംശി വഹദ വയഈശു വഹദ വയമൂതു വഹദ വയുഹ്ശറു വഹദ ഖാല റസൂലുള്ളാഹി സ്വല്ലല്ലാഹു അലൈഹി വസല്ലം. അങ്ങനത്തെ മഹാനാണ്. മൂന്നാമത്തെ ദിവസം വിധി നടപ്പാക്കാൻ വേണ്ടി അമീറുൽ മുഅ്മിനീൻ കാത്തിരിക്കുകയാണ്. കാത്തിരിക്കുമ്പോ സൂര്യാസ്തമയത്തിന്റെ മുമ്പ്, അതല്ല ഒരു ദിവസം എന്ന് പറയുമ്പോൾ സൂര്യാസ്തമയത്തോടു കൂടെ അടുത്ത ദിവസത്തിലേക്ക് കടക്കും. മഗ്രിബ് വരെയാണ് സമയം. അസർ കഴിഞ്ഞു, ആ മനുഷ്യൻ വരുന്നില്ല. സൂര്യൻ ഇങ്ങനെ താഴേക്ക് ഇറങ്ങാൻ തുടങ്ങി. ഒരു രക്ഷയും കാണില്ല. ഇയാൾ വരന്റെ ഫോണൊന്നും ഇല്ലല്ലോ അന്നത്തെ കാലത്ത്. അബൂദർ റെഡി ആയിക്കോളൂ എന്ന് പറഞ്ഞു. ഇൻഷാ അല്ലാഹ്. മഗ്രിബാവാനായി അബൂദറിന്റെ കൈകാലുകൾ കെട്ടിക്കോളി എന്ന് പറഞ്ഞു ഉമർ തങ്ങൾ. ആ പാവം നിന്നെടുത്തിട്ടോ അബൂദർ റളിയല്ലാഹു അൻഹു. ശിക്ഷ നടപ്പാക്കാൻ വേണ്ടി പോവാ. അപ്പോൾ ആ മനുഷ്യനുണ്ട് ഓടി വരുന്നത്, കതച്ച് വീർത്ത് കുളിച്ചോടി വരുന്നുണ്ട്. അമീറുൽ മുഅ്മിനീൻ, ഞാൻ എത്തിയിട്ടുണ്ട്, ഞാൻ എത്തിയിട്ടുണ്ട്, ഞാൻ എത്തിയിട്ടുണ്ട് എന്ന് വിളിച്ചു. ഹാജർ, ഞാൻ എത്തി. അബൂദർ ഇറങ്ങിക്കോളുന്നു. അബൂദർ തങ്ങളെ താഴെ ഇറക്കി. ഉമർ തങ്ങൾ ഒരു ചോദ്യം ചോദിച്ചത്, നിങ്ങൾക്ക് രക്ഷപ്പെടാൻ അവസരമുണ്ടായിരുന്നിട്ട് എന്തേ നിങ്ങൾ തിരിച്ചു വന്നത്? മാ ഹമലക അലാ ഹാദാ, വാട്ട്സ് മെയ്ഡ് യു ഡു ദാറ്റ്? നിങ്ങൾക്ക് രക്ഷപ്പെട്ട് ഓടിക്കൂടായിരുന്നോ? എന്തിനെ നിങ്ങൾ ഇത് പണി ചെയ്തത്? നിങ്ങൾ എന്തിനിത് ചെയ്തു? حتى لا يقول الناس ماتت الأمانة. അമീറുൽ മുഅ്മിനീനെ, ഞാനിത് ചെയ്യുന്നത്, ഞാൻ ഒരാൾ വരാതിരുന്നാൽ മനുഷ്യർ പറയൂലേ വിശ്വസ്തത മരിച്ചുപോയി എന്ന്. ഇന്ന് ആരെയും വിശ്വസിക്കാൻ കൊള്ളില്ല, പറഞ്ഞാൽ മനുഷ്യന്മാർക്ക് വാക്ക് പാലിക്കാൻ കഴിയില്ല എന്ന് ആളുകൾ പറയില്ലയോ എന്ന് ഭയപ്പെട്ടത് കൊണ്ടാണ് ഞാൻ തിരിച്ചു വന്നത്. അങ്ങനെ ആരും പറയരുത്. അമാനത്ത് നഷ്ടപ്പെട്ടിട്ടില്ല, വാക്കുകൾക്ക് വിലയുണ്ട്. ഞാൻ പറഞ്ഞ വാക്ക് ഞാൻ പാലിക്കാതിരുന്നാൽ അള്ളാനെ വിചാരിച്ച് എനിക്ക് വേണ്ടി സാക്ഷി നിന്ന അബൂദർ തെറ്റിദ്ധരിക്കപ്പെടൂലേ? അയാളെങ്കിലും വിചാരിക്കൂലേ അള്ളാന്റെ പേര് പറഞ്ഞ ഒരാൾ എന്നെ പറ്റിച്ചല്ലോ എന്ന്? അബൂദർ വിചാരിക്കൂലേ? അമീറുൽ മുഅ്മിനീൻ, ജനങ്ങള് വിചാരിക്കൂലേ മാതത്തിൽ അമാന, വിശ്വസ്തത മരിച്ചുപോയി എന്ന് പറയൂലേ? അതുകൊണ്ടാണ് ഞാൻ ഓടി വന്നത്. അബൂദർ തങ്ങൾ ചോദിച്ചു, അബൂദറേ റളിയല്ലാഹു അൻഹു, അബൂദറേ, ഇങ്ങനെ ഒരാൾ, ഏതോ നാട്ടുകാരൻ, പേരും നാടും ഊരും നിങ്ങൾക്ക് തിരിയാതെ, നിങ്ങൾക്ക് അറിയില്ലല്ലോ ഇയാൾ എവിടുന്ന് വന്ന ആളാണ്. അങ്ങനത്തെ ഒരാൾക്ക് വേണ്ടി ജാമ്യം നിൽക്കാൻ എങ്ങനെ നിങ്ങൾക്ക് സാധിച്ചു അബൂദറേ? സ്വന്തം ജീവനാണ് നിങ്ങൾ എൻഡേഞ്ചർ ചെയ്യുന്നത്, ജീവൻ അപായപ്പെടുത്തിയിട്ടാ നിങ്ങൾ നിൽക്കുന്നത്. എങ്ങനെ നിങ്ങൾക്ക് സാധിച്ചു? അമീറുൽ മുഅ്മിനീനെ, ഹത്താ ലാ യഖൂലൻ നാസ് മാതൽ അഹ്ദു വൽ വഫാ. അമീറുൽ മുഅ്മിനീനെ, ഒരാൾ വാക്ക് പറഞ്ഞാൽ ആ വാക്ക് പാലിക്കപ്പെടുമെന്നും അള്ളാഹുവിനെ മുൻനിർത്തിയിട്ട് ഒരു കാര്യം പറഞ്ഞാൽ ആ മനുഷ്യനെ വിശ്വസിക്കാമെന്നും ഞാൻ വിചാരിച്ചുകൊണ്ടാണ് ചെയ്യുന്നത്. ഞാനെങ്ങാനും അത് ചെയ്തില്ല എങ്കിൽ അള്ളാന്റെ പേര് പറഞ്ഞാൽ പോലും ഒരാളും ഒരാളെയും സഹായിക്കില്ല എന്ന കാലം വരൂലേ? ആളുകൾ അങ്ങനെ വിശ്വസിച്ചു പോകില്ലേ? അള്ളാന്റെ പേര് പറഞ്ഞാൽ പോലും, അള്ളാഹുവിനെ വിളിച്ച് റബ്ബിന്റെ പേരിൽ ജാമ്യമെടുത്താൽ പോലും ആളുകൾക്ക് വിശ്വാസമില്ലാത്ത കാലമാവില്ലയോ? അതുകൊണ്ടാണ് ഞാനത് ഏറ്റെടുത്തത്.
ഇത് രണ്ടും കേൾക്കുമ്പോ മരിച്ചുപോയ ആ മനുഷ്യന്റെ ആ ഒരു തോട്ടത്തിന്റെ ഗാഢായ അവിടുത്തെ സൂക്ഷിപ്പുകാരനായ മനുഷ്യന്റെ പിതാവ്, അയാളാണല്ലോ ഈ ശിക്ഷ നടപ്പാക്കാൻ, അയാൾക്കാണല്ലോ അതിന് ധാർമ്മികമായിട്ടുള്ള അവകാശമുള്ളത്, നടപ്പാക്കേണ്ടത് ഖാദിയാണ്. പക്ഷെ ആ വാപ്പ അവിടെ ഉണ്ടാവുക, എന്റെ മകനെ കൊന്ന ആളല്ലേ. അദ്ദേഹം പറഞ്ഞു, അമീറുൽ മുഅ്മിനീനെ, ഞാൻ എന്റെ മനസ്സ് മാറുന്നു അമീറുൽ മുഅ്മിനീൻ, ഈ മനുഷ്യനെ കൊല്ലരുത്, ഈ മനുഷ്യനിൽ ശിക്ഷ നടപ്പാക്കരുത്. അധികം ഇയാൾക്ക് മാപ്പ് കൊടുക്കുകയാണ്. എന്തേ നിങ്ങൾ അങ്ങനെ ചെയ്തത്? ജനങ്ങൾ പറയൂലേ, ഞാൻ ഇതുപോലും ചെയ്തില്ലെങ്കിൽ കാരുണ്യം വിചാരിക്കൂലേ. ഇങ്ങനെ സത്യസന്ധരായ രണ്ടാളുകൾ എന്റെ മുമ്പിൽ നിൽക്കുമ്പോൾ എന്റെ കൽബിൽ കരുണ തോന്നണ്ടയോ അമീറുൽ മുഅ്മിനീൻ? അതുകൊണ്ട് ഞാൻ നിരുപാധികം മാപ്പ് കൊടുക്കുന്നു എന്ന് മഹാനായ ഉമറുൽ ഫാറൂഖ് റളിയല്ലാഹു അൻഹുവിന്റെ മുമ്പിൽ. ഈമാനാണത്, വാക്കിന് വിലയുണ്ട്. അള്ളാഹുവിനെ പറ്റി പറഞ്ഞാൽ പിന്നെ അവിടെ വിശ്വസിക്കും. അള്ളാഹിനെ പറ്റി വല്ലാഹി 4 വട്ടം പറഞ്ഞ് നുണ പറയാ, അത് മുസ്ലിം ചെയ്യൂല, ചെയ്യാൻ പാടില്ല. വമാ ഖദറുല്ലാഹ ഹഖ്ഖ ഖദ്രിഹി, വമാ ഖദറുല്ലാഹ ഹഖ്ഖ ഖദ്രിഹി. അള്ളാഹുവിനെ വിചാരിക്കേണ്ട പോലെ, അള്ളാഹുവിനെ സംബന്ധിച്ച് നിങ്ങൾക്ക് ബോധമുണ്ടാകേണ്ട പോലെ നിങ്ങൾക്ക് ബോധമുണ്ടാവണേ. അതുകൊണ്ട് മുസ്ലിം നമ്മുടെ മൂല്യങ്ങളിലേക്ക് തിരിച്ചു വരണം. ഇസ്ലാം എന്നത് സംസ്കാരമാണ്. പള്ളിയിലെ 5 നേരം നിസ്കാരം കഴിഞ്ഞാലും ഇസ്ലാമുണ്ട് നമ്മുടെ കൂടെ, പള്ളിയിൽ മാത്രമല്ല. അതുകൊണ്ട് ആ മസ്ജിദിൽ നിന്ന് ഇറങ്ങുമ്പോൾ അല്ലാഹുമ്മ ഇന്നി അസ്അലുക മിൻ ഫദ്ലിക്, റബ്ബേ നിന്റെ ഔദാര്യം എനിക്ക് നൽകണമേ. പള്ളിന്റെ ഉള്ളിൽ കിടക്കുമ്പോ ഇഫ്തഹ് ലി അബ്വാബ റഹ്മതിക്, നിന്റെ റഹ്മത്തിന്റെ വാതിൽ തുറന്നു തരണമേ. അതിന്റെ ഉള്ളിൽ റഹ്മത്താണ്, പള്ളിന്റെ പുറത്ത് അള്ളാഹുവിന്റെ നിഅമത്താണ്. ഉള്ളിലും പുറത്തും അള്ളാഹുവിന്റെ സാമീപ്യമുണ്ട്. അപ്പൊ നമ്മള് സംസ്കാരത്തിൽ മാത്രം ഒതുക്കരുത്, നമ്മുടെ സംസ്കാരമാണ്. ഫേസ്ബുക്കിലൊക്കെ എഴുതുമ്പോഴേ ഒന്ന് മാന്യമായിട്ട് എഴുതാം. ഇപ്പൊ വേളൊക്കെ നടക്കുമ്പോ കോയാ ലൈവ് നടക്കണ്ടോ, ആരെങ്കിലും എന്തെങ്കിലുമൊക്കെ സ്വീപ്പൊക്കെ എഴുതി പോകണ്ടാവൂലേ? ഉണ്ടാ ചിലരൊക്കെ അങ്ങനെ ഉണ്ട്, പുളിച്ച ചീത്തൊക്കെ എഴുതി പോകും. എന്നോട് ദേഷ്യമെല്ലാം ഉണ്ടാവും ചിലപ്പോൾ, അള്ളാഹു ആയാലും. അപ്പോൾ എന്തെങ്കിലുമൊക്കെ എഴുതി പോകും. ലൈവിൽ വന്നിട്ട് വെറുതെ ഉറക്കൊഴിച്ചിരിക്കണം, പോയി കടന്നുറങ്ങിക്കൂടെ, ഇതൊക്കെ എഴുതി വിടാം. അപ്പോൾ ചില ആൾക്കാർ അങ്ങനെ ഉണ്ടാവും. അവരോടൊക്കെ നമുക്ക് സഹതാപവും അവർക്ക് വേണ്ടി ദുആ നമുക്ക് ചെയ്യാൻ പറ്റുള്ളൂ, അല്ലേ? അപ്പോൾ നമ്മൾ എഴുതുന്നത് വി ആർ അക്കൗണ്ടബിൾ. അള്ളാഹു നമ്മളോട് ചോദിക്കും, എന്തേ നീ അത് എഴുതിയത്? നമ്മൾ പറയുന്നത് അള്ളാഹ് ചോദിക്കുക, എന്തേ നീ അങ്ങനെ പറയാൻ കാരണം? മഹാനായ അലിക്കുട്ടി ഉസ്താദ് ഇവിടെ സംസാരിച്ചു പോയി. ഉസ്താദിന് മുമ്പ് മുസ്തഫ അഷ്റഫി കക്കുപ്പടി ഉസ്താദും സംസാരിച്ചു. അതിൻ്റെ ഉള്ളിലൊക്കെ ചില വലിയ ആശയങ്ങൾ നിങ്ങൾക്ക് തന്നുകൊണ്ടാണ് അവർ സംസാരിച്ചത്. അലിക്കുട്ടി ഉസ്താദ് ഒന്നും പറഞ്ഞില്ല, പക്ഷെ ഉസ്താദിന് സ്വഭാവശുദ്ധിയും അവരുടെ വ്യക്തിത്വവും അത്രമേൽ മനോഹരമാണ്. നമ്മുടെ പണ്ഡിതന്മാർ, നമ്മുടെ ഉസ്താദുമാർ, അവര് പ്രഭ പൊരിയുന്ന സൂര്യഗോളങ്ങളെ പോലെയാണ്. അവരെ ആരും വേദനിപ്പിക്കരുത്, വേദനിപ്പിച്ചവരാരും രക്ഷപ്പെടുകയുമില്ല. സമ്മതവും അവരുടെ പൊരുത്തവും അവരുടെ കുരുത്തവും ചോദിച്ചു വാങ്ങി മാപ്പ് ചോദിച്ചാലല്ലാതെ. അതുകൊണ്ട് നമ്മുടെ ഫേസ്ബുക്കിലൊക്കെ കുറിപ്പുകൾ ദിനേന എന്നോളം വന്നുകൊണ്ടിരിക്കുന്നുണ്ട് നമ്മുടെ വിദ്യാർത്ഥികളുടെ ഭാഗത്ത് നിന്ന്. ആവേശപ്പുറത്ത് വിദ്യാർത്ഥികളാകുമ്പോൾ പലതും എഴുതാനുള്ള ഒരു ചോരത്തിളപ്പൊക്കെ ഉണ്ടാകും, സ്വാഭാവികമാണ്. പക്ഷേ ആലിമീങ്ങളെ തൊട്ട് കളിക്കരുത്. നിങ്ങളുടെ ഭാവിയും നിങ്ങളുടെ ദുന്യാവും നാളത്തെ ആഖിറവും അതിനാൽ നഷ്ടപ്പെട്ടു പോകും. അങ്ങനെ ഉണ്ടാവരുത്. വളരെ സ്നേഹത്തോടുകൂടെ ഓർമ്മപ്പെടുത്തുക മാത്രമാണ്. എഴുതാൻ എല്ലാവർക്കും ഒരുപോലെ കഴിഞ്ഞോണമെന്നില്ല. ചില ആളുകൾക്ക് വളരെ സർക്കാസ്റ്റിക്കലി, പരിഹാസ്യമായിട്ട് എഴുതാൻ കഴിയും. അതൊക്കെ ഇസ്ലാമിനെ ഡിഫെൻഡ് ചെയ്യാൻ ഉപയോഗിക്കേണ്ടതാണ്. പുണ്യനിബിതങ്ങളെ അറ്റാക്ക് ചെയ്യുമ്പോൾ ഹബീബിന്റെ ഓണർ
കാത്തു സൂക്ഷിക്കാൻ വേണ്ടി ഉപയോഗിക്കേണ്ട കഴിവുകളാണ് അതൊക്കെ. അതൊന്നും മഹാന്മാരായ നമ്മുടെ പണ്ഡിതന്മാർക്ക് നേരെ വിരൽ ചൂണ്ടുന്ന തരത്തിലായി പോകരുത്. അതുകൊണ്ട് ഈ ഉമ്മത്തിനുണ്ടാകുന്ന നഷ്ടം അതിന് ഉത്തരവാദികൾ നിങ്ങളായിരിക്കും. നിങ്ങളുടെ ദുനിയാവും നിങ്ങളുടെ ആഖിറവും അതിനാൽ നഷ്ടപ്പെടും. നിങ്ങൾ മുതഅല്ലിമീങ്ങളാണെങ്കിൽ. അങ്ങനെ അല്ല എന്ന അഭിപ്രായം ഉണ്ടെങ്കിൽ ഞാൻ പറയുന്നത് നിങ്ങളോടല്ല എന്ന് വിചാരിച്ചാൽ മതി. അള്ളാഹു കാര്യങ്ങൾ മനസ്സിലാക്കാൻ തൗഫീഖ് നൽകട്ടെ. സിദ്ദീഖ് റളിയല്ലാഹു അൻഹുവും ഉമർ ഫാറൂഖ് റളിയല്ലാഹു അൻഹുവും ഒരു യാത്രയിലാണ്. ആ യാത്രയിൽ അവർക്ക് ഭക്ഷണമുണ്ടാക്കാൻ ഒരു ഖാദിമുണ്ടായിരുന്നു. സ്വഹീഹ് മുസ്ലിമിൽ ഈ ഹദീസ് ഉണ്ടെന്നാണ് എൻ്റെ ഓർമ്മ ശരിയാണെങ്കിൽ. അനസ് ഇബ്നു മാലിക് റളിയല്ലാഹു അൻഹുവാണ് ഈ സംഭവം ഉദ്ധരിക്കുന്നത്. ജനങ്ങൾ പരസ്പരം ഖിദ്മത്ത് ചെയ്തുകൊണ്ടാണ് യാത്രകൾ ഉണ്ടാവുക. സിദ്ദീഖ് റളിയല്ലാഹു അൻഹുവും ഉമർ റളിയല്ലാഹു അൻഹുവും യാത്രയിലുണ്ട്. അവർക്കും ഒരു ഖാദിമുണ്ട്, ഒരു വേലക്കാരൻ. അപ്പൊ യാത്രയിൽ ക്ഷീണം ഉണ്ടാകും, നന്നായിട്ട് ഉറങ്ങിപ്പോകും അല്ലേ? യാത്രയിൽ ഇപ്പോൾ ഉംറ കഴിഞ്ഞ് വന്നാലൊക്കെ ഉണ്ട് ഒരു ക്ഷീണം. അവിടെ നിന്ന് മക്കത്തുനിന്നൊന്നും ആ ക്ഷീണം ഉണ്ടാവില്ല, എയർപോർട്ടൊന്നും ഉണ്ടാവില്ല. വീട്ടിലെത്തിയിട്ടുണ്ട് ഒരു ഉറക്കം. ആ ഉറക്കത്തിൽ ഞാനിപ്പോൾ എവിടെയെന്ന് ചോദിക്കും ഉമ്മ. നേരം വെളുത്തത് പറഞ്ഞിട്ടുണ്ടാവില്ല, രാത്രി ആയത് ചിലപ്പോൾ നിസ്കാരമൊക്കെ കളാവും. ക്ഷീണിച്ചിട്ട് തളർന്നിട്ടേ ഉണ്ടാവില്ലേ ഉംറ. നമ്മൾ പറയുന്നു ഉംറ എന്ന് പറയുമ്പോൾ ആകെ 2 അക്ഷരമുള്ളെന്ന് തോന്നും. എന്തൊരു ത്യാഗമാണ് ഉംറ. ഒന്ന് ഇവിടുന്ന് യാത്ര ചെയ്യുമ്പോൾ ഫുൾ ഉറക്കൊഴിക്കണം, പിന്നെ കണക്ഷൻ ഫ്ലൈറ്റ് ആയിരിക്കും, പിന്നെ കുറെ ക്യൂ, കുറെ ഇമിഗ്രേഷന്, പിന്നെ കുറെ ലഗേജ്. അത് കഴിഞ്ഞിട്ട് ബസ് വരാൻ കാത്തിക്കണം. ബസ് വന്നിട്ട് പിന്നെ സീറ്റ് ഒന്ന് കിട്ടാൻ വേറൊന്ന്, കഴിഞ്ഞ് ടാഗ് കിട്ടാൻ, എന്നിട്ട് ഭക്ഷണം കിട്ടാൻ, ഹോട്ടലിൽ ഇറങ്ങിക്കഴിഞ്ഞാൽ എത്രയോ പ്രയാസപ്പെട്ടുകൊണ്ടാണ് നമ്മുടെ പെണ്ണുങ്ങളൊക്കെ പ്രായമുള്ളവരൊക്കെ ഉംറക്ക് പോകുന്നില്ലേ. വലിയ ക്ഷീണമായിരിക്കും, ഭയങ്കര ക്ഷീണം. പിന്നെ അള്ളാഹു ഒരു ആഫിയത്ത് കൊടുക്കുകയാണ്. അപ്പോൾ ഒരു ഉംറക്ക് മനോഹരമായി ചെയ്തിട്ട് ഹജ്ജൊക്കെ കഴിഞ്ഞ് തിരിച്ചു വരുന്നു. അള്ളാഹു നമുക്കൊക്കെ ആരോഗ്യമുള്ള സമയത്ത് തന്നെ ഹജ്ജും ഉംറയൊക്കെ ചെയ്യാൻ അള്ളാഹു തൗഫീഖ് ചെയ്യട്ടെ. ഉമർ തങ്ങളും സിദ്ദീഖ് എന്നവരും യാത്രയിലാണ്. അവരുടെ കൂടെയുള്ള ഖാദിം, അവർക്ക് ഭക്ഷണം ഉണ്ടാക്കേണ്ട ഉത്തരവാദിത്വമുള്ള ഖാദിം ഉറങ്ങിപ്പോയി. സിദ്ദീഖ് റളിയല്ലാഹു അൻഹു ഉമർ എന്നവരും എഴുന്നേറ്റപ്പോൾ ഖാദിം ഉറങ്ങുകയാണ്. അവർക്ക് ഭക്ഷണം ഉണ്ടാക്കി വെച്ചിട്ടില്ല. ഈ സംഭവം സ്വഹീഹ് മുസ്ലിമിലെ ഈ സംഭവം നമ്മൾ ഉദ്ധരിക്കുന്നത് നമ്മളൊക്കെ ഉപയോഗിക്കുന്ന ചില വാക്കുകളുടെ ഗൗരവം എത്രത്തോളം ഉണ്ട് എന്ന് മനസ്സിലാക്കാനാണ്. നമ്മൾ വിചാരിക്കുന്ന ചില കാര്യങ്ങൾ നമ്മൾ മൈൻഡേ ചെയ്യാതെ വിടുന്ന ചില വാക്കുകൾ ഉണ്ടാവും. നമ്മളത് we don't care it. നമ്മൾ വിചാരിക്കും അതൊക്കെ സിമ്പിൾ, അതൊന്നും അതിലൊന്നും വലിയ കാര്യമില്ല എന്ന് വിചാരിക്കും. പക്ഷെ നോക്കൂ, ഈ സംഭവം കേൾക്കണേ. സ്വഹീഹായ ഹദീസാണിത്. ഉമർ ഫാറൂഖ് റളിയല്ലാഹു അൻഹുവും സിദ്ദീഖ് റളിയല്ലാഹു അൻഹുവും എഴുന്നേറ്റപ്പോൾ ഖാദിം ഉറങ്ങിക്കിടക്കുകയാണ്. ഭക്ഷണം ഉണ്ടാക്കിയിട്ടില്ല. അപ്പൊ 2-ൽ ഒരാൾ, അത് സിദ്ദീഖ് എന്നവരാ പറഞ്ഞത് ഉമർ എന്നവരാ പറഞ്ഞതെന്ന് അറിയില്ല, 2-ൽ ഒരാൾ പറഞ്ഞു, ഇന്ന ഹാദാ ലനഊം, നമ്മുടെ കൂടെയുള്ള ഈ വേലക്കാരൻ വല്ലാതെ ഉറങ്ങുന്ന ആളാണ് എന്ന് പറഞ്ഞാൽ നാട്ടിൽ യാത്ര ചെയ്യാതെ ഇരിക്കുമ്പോൾ ഉറങ്ങുന്ന പോലെ യാത്രയിൽ ഉറങ്ങേ. യാത്രയിൽ കുറച്ച് ഉറക്കമൊക്കെ കുറയില്ലേ, അങ്ങനെ ഉറങ്ങാൻ പറ്റുമോ? കുറച്ച് ഉറക്കമൊക്കെ കൺട്രോൾ ചെയ്യണ്ടേ? ഇയാളെന്തോ ഉറക്കായത്, അത്രേ പറഞ്ഞുള്ളേ എന്നല്ലാതെ ഉറങ്ങുമ്പോൾ വായ കണ്ടോ അതൊന്നും പറഞ്ഞിട്ടില്ല. ഇവൻ ഭയങ്കര ഉറക്കനാണല്ലോ എന്ന് പറഞ്ഞു. ഇന്ന ഹാദാ ലനഊം, നായിമൊന്നുമല്ല, ഒരു ഫഊൽ, ലനഊം, ഭയങ്കര ഉറക്കനാണല്ലോ. കൂട്ടത്തിലൊക്കെ അങ്ങനെ ഉറക്കന്മാരുണ്ടാവോ അല്ലേ? നല്ല ഉറങ്ങണ കുട്ടികളുണ്ടാ? ആ ഉണ്ട്. അപ്പൊ സുബൈക്കൊക്കെ ഉരുട്ടി വിളിക്കേണ്ടി വരും അല്ലേ എണീക്കാൻ? ചിലൊന്നും ഉറങ്ങിയാ അറിയില്ല, കട്ടിൽമെന്നൊക്കെ വീണിട്ട് കയ്യും കാലും മുറിയുന്ന ആൾക്കാരുണ്ട്. ഉറക്കത്തില് അറിയില്ല, അങ്ങനെ ഉരുണ്ട് മറിഞ്ഞ് വീഴാണ്. സുബ്ഹാനല്ലാഹ്. ഇന്ന ഹാദാ ലനഊം, ചില റിവായത്തിൽ ഇന്ന ഹാദാ ലയുവാഇമു നൗമ ബൈതികും, വീട്ടിൽ കിടക്കുമ്പോൾ ഉറങ്ങുന്ന പോലെ ഉറങ്ങുന്ന ആളാണല്ലോ. ആരെ പറ്റി പറഞ്ഞു? ഉമ്മാനെ പറ്റി വാപ്പാനെ പറ്റി ഒന്നും അല്ല പറഞ്ഞത് കൂടുള്ള ഒരു ഖാദിമിനെ കുറിച്ച്, ഒരു സെർവന്റ്. എന്നിട്ട് അല്ലാഹുവിന്റെ റസൂലിന്റെ അരികത്തേക്ക് ഇയാളെ പറഞ്ഞയച്ചു. അയാൾ എഴുന്നേൽപ്പിച്ചു. എഴുന്നേൽക്ക് എന്ന് പറഞ്ഞു. ഷാർജ ഷെയ്ഖിനെ കേട്ടിട്ടില്ല നിങ്ങള്?
ഷെയ്ഖ് സുൽത്താൻ സാഹിബ് സുമു, അദ്ദേഹം വലിയൊരു മഹാനാണ്. നമ്മൾ ഷാർജ ഷെയ്ഖിനെ ജ്യൂസാ കുടിക്കുക, ആഹാരിട്ട പേരാണ് അവർ. റബ്ബേ, ഷാർജയുടെ ഭരണാധികാരിയെ കുറിച്ചാണ് ഞാൻ പറഞ്ഞത്. അദ്ദേഹത്തിന്റെ കൂടെ 40 കൊല്ലമായി ജോലി ചെയ്യുന്ന ഒരാളുണ്ട്, എനിക്ക് പരിചയമുള്ള ആൾ, നമ്മുടെ മലപ്പുറം ജില്ലക്കാരനാണ്. അദ്ദേഹം പറയാൻ, ഷെയ്ഖ് അവറുകളുടെ പാലസ്, ഷാർജക്കാർക്ക് അറിയാം, നമ്മുടെ എയർപോർട്ടിന്റെ ബാക്കിൽ. അദ്ദേഹം രാവിലെ എഴുന്നേൽക്കും സുബഹിക്ക് മുമ്പ്. അപ്പൊ എനിക്ക് ചെറിയൊരു കട്ടൻ ചായ, ഒരു ചൂടുള്ള എന്തെങ്കിലും വേണം. പാലസാണ്, അദ്ദേഹം ഒരു റൂളറാണ്, ഒക്കെയാണ്. അദ്ദേഹം നിസ്കരിക്കാൻ വേണ്ടി പള്ളിയിലേക്ക്, പാലസിന്റെ ഉള്ളിൽ പള്ളിയുണ്ട്, ആ പള്ളിയിലേക്ക് നിസ്കരിക്കാൻ വേണ്ടി പോകുമ്പോൾ കിച്ചണിൽ ഒന്ന് കയറും. അപ്പൊ നോക്കുമ്പോ ചില സമയങ്ങളിൽ ഈ ചായക്ക് ഉണ്ടാക്കി കൊടുക്കേണ്ട ആൾക്കാർ വന്നിട്ടുണ്ടാവില്ല, ഒരു ഉറങ്ങിയിരിക്കും. ഷെയ്ഖ് വിളിക്കൂല, അദ്ദേഹം സ്വയം കെറ്റിലൊക്കെ ഓണാക്കി ടീ ബാഗൊക്കെ ഇട്ട് മൂപ്പരനെ ഒറ്റയ്ക്ക് ചായ ഉണ്ടാക്കി കുടിച്ചിട്ട് പള്ളിയിൽ പോകും, എന്നിട്ട് നിസ്കരിക്കും, എന്നിട്ട് ആ വാങ്ങ കൊടുക്കുള്ളൂ. അങ്ങനത്തെ ഒരു ആബിദായ ഒരു മഹാനാണ് ഷാർജയുടെ ഭരണാധികാരി. വളരെ നല്ലൊരു മനുഷ്യനാണ്. ഇവർക്ക് വിളിച്ചൂടെ, ഓല വിസ പുതുക്കൂല എന്നെങ്കിലും പറഞ്ഞുകൂടെ, അടുത്ത വരവിലെങ്കിലും. പക്ഷെ ഇവർക്ക് വിസ പുതുക്കി കൊടുക്കും. അവരോട് ചോദിക്കുക പോലുമില്ല, നിങ്ങൾ എന്തേ എണീക്കാഞ്ഞത്, ഇന്ന് ഞാൻ ഒറ്റക്കാണല്ലോ ചായ ഉണ്ടാക്കിയത്, അങ്ങനെയൊന്നും അദ്ദേഹം പറയൂല. അദ്ദേഹം ഒരു എഴുത്തുകാരനാണ്, അദ്ദേഹം ഒരു പണ്ഡിതനാണ്. ഒരു രേഖ എഴുതി വെക്കാതെ മുർത്തജിലായിട്ട് നല്ല ക്ലാസിക്കൽ ലാംഗ്വേജിൽ സംസാരിക്കാൻ കഴിയുന്ന പണ്ഡിതനാണ്, ഒക്കെയാണ്. അല്ലാഹുമ്മ യുകസ്സിർ അംസാല, അത്തരം ഭരണാധികാരികളെ അള്ളാഹു ഒരുപാട് ഈ ഉമ്മത്തിന് നൽകട്ടെ എന്ന് പ്രാർത്ഥിക്കുകയാണ്. അദ്ദേഹം വിളിച്ചോണ്ടത്തൂല. സുബ്ഹാനല്ലാഹ്. അപ്പോ ഉമർ റളിയല്ലാഹു അൻഹും സിദ്ദീഖ് യാത്രയിലല്ലേ, എഴുന്നേൽക്കെന്ന് പറഞ്ഞു. വിളിച്ചു, എഴുന്നേറ്റു. എന്നിട്ട് അള്ളാഹുവിന്റെ റസൂലിന്റെ അരികത്തേക്ക് പറഞ്ഞേക്കുന്നു. അള്ളാഹുവിന്റെ ഹബീബിന്റെ അരികത്തേക്ക് പോ. നബി തങ്ങളപ്പോ വേറെ ടെന്റിലുണ്ട്. ഇദ്ഹബ് ഇലാ റസൂലില്ലാഹി ഫഅഖ്രിഉഹു മിന്നസ്സലാം. അള്ളാഹുവിന്റെ റസൂലിനോട് ചെന്ന് പറയണം, സിദ്ദീഖ് എന്നവരും ഉമർ എന്നവരും നബിയെ നിങ്ങളോട് അസ്സലാമു അലൈക യാ റസൂലല്ലാഹ് എന്ന് സലാം പറയുന്നുണ്ട്. എന്നിട്ട് അവരോട് പറയണം, ഇന്ന അബൂബക്കറിൻ വ ഉമർ യസ്തഅദിമാനിക്. നബിയെ, രാവിലത്തെ ഭക്ഷണത്തിന് എന്തെങ്കിലും അങ്ങയുടെ കയ്യിൽ ഭക്ഷണമുണ്ടോ? റൊട്ടിയിലേക്ക് തൊട്ടുകൂട്ടാൻ വല്ല കറിയുണ്ടോ? കറി എന്ന് ഉദ്ദേശിച്ച് നമ്മളെ കറിയല്ല കേട്ടോ, അവര് ഒലീവ് ഓയിലോ അങ്ങനെ ബട്ടറോ അങ്ങനെ എന്തെങ്കിലുമൊക്കെ ഉണ്ടോ എന്നാണ് ചോദിക്കുന്നത്. യസ്തഅദിമാനിക്. ശരിക്കും കേൾക്കണേ, ഇനിയാണ് സംഭവം. നമ്മൾ വെച്ചപ്പോ എന്തിപ്പോ കാര്യമായിട്ടൊന്നും നടന്നിട്ടില്ലല്ലോ. വാട്സപ്പിലൊക്കെ ഓരോന്ന് എഴുതി വിടുമ്പോഴേ, ഫാമിലി ഗ്രൂപ്പിലൊക്കെ ഓരോരുത്തർ കയറി ഇങ്ങനെ ഭയങ്കര തിമർത്താടൂലേ, ചില ആളുകളൊക്കെ വേദനിപ്പിക്കൂലേ, ചില ആളുകളൊക്കെ ശരിക്കും ടാർഗറ്റ് ചെയ്ത് സംസാരിച്ചു പോകൂലേ. എന്നിട്ട് ഇപ്പളാ സമാധാനായത്.